ഇപ്പോൾ റോബോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ടീച്ചർമാർ പഠിപ്പിക്കുന്നതൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ ടീച്ചർമാർ പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ആ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെ റോബോട്ട് പറഞ്ഞു തന്നാലോ? ഓരോ പാട്ട് പഠിപ്പിച്ചു തരികയും കഥ പറഞ്ഞു തരികയും അല്ലെങ്കിൽ പാഠങ്ങൾ പഠിപ്പിച്ചു തരികയൊക്കെ ഒരു റോബോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കില്ലേ? സഞ്ജനയുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോ സഞ്ജന, എനിക്ക് ഒന്ന് ഇടയ്ക്ക് അത് പോയി, ഒന്നുകൂടെ ഷെയർ ചെയ്തോ. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ആരും മൈക്ക് ഓണാക്കുകയോ സ്ക്രീൻ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് കേട്ടോ, കാരണം ഇടയ്ക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജനയ്ക്ക് പാടായിരിക്കും. സഞ്ജന കുറച്ചും കൂടെ ലൗഡർ ആവാൻ ഒന്ന് രണ്ടുപേര് പറയുന്നുണ്ട്, കുറച്ചും കൂടെ ലൗഡറും കൂടെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഫുൾ സ്ക്രീൻ കേട്ടോ, എന്നിട്ട് ഹൈഡ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബട്ടൺ കാണത്തില്ല താഴെ. സഞ്ജന അതേപോലെ പാരലലി ഒന്ന് ഇംഗ്ലീഷിലും കൂടെ പറയുന്ന നന്നായിരിക്കും, അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, you can use both languages. Okay. So അത് ഞാൻ മലയാളത്തിൽ പറയാം. നിങ്ങൾക്കിപ്പോ ടീച്ചർ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ടീച്ചറിനോട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതേ കാര്യങ്ങൾ നമുക്ക് റോബോട്ടിനെ കൊണ്ട് പറയിപ്പിക്കാം. ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റോബോട്ടിനെ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കില്ല, നിങ്ങൾക്കൊക്കെ റോബോട്ടിനെ ഇഷ്ടമല്ലേ? അപ്പൊ ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കില്ലേ? അപ്പോൾ റോബോട്ടുകൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ കഥകളും പാട്ടുകളും ഒക്കെ റോബോട്ട് പാടിത്തരും. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ പാടാം, അതിന്റെ കൂടെ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് റോബോട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് അതിനോട് വർത്തമാനം പറയാം, അത് നമ്മളോട് തിരിച്ച് സംസാരിക്കും. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള പേടി മാറും, നമുക്ക് ഇതിനോട് സംസാരിച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോഴും മറ്റുള്ളവരോടും സംസാരിക്കാനുള്ള ഒരു പേടി കുറയും. I was talking about the issues, how to solve the issues using robot. If you have fear to talk to teacher or talk to the individuals in society, you will be able to improve your social skills using a robot. You will be able to improve your communication skills by talking with robot. The robot will obey the things you said, and similarly you have to obey the things said by robot. In that way you can improve your communication skills effectively, and also your behavior skills will be improved. In ഈ റോബോട്ട്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുക. അപ്പോൾ റോബോട്ടിനോട് സംസാരിക്കുമ്പോൾ റോബോട്ടിന്റെ അടുത്ത് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് കളിച്ച് ചിരിച്ച് നമുക്ക് റോബോട്ടിന്റെ അടുത്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കളിച്ചിട്ട് നമുക്ക് താല്പര്യം വരണം എന്നില്ല, പക്ഷെ റോബോട്ടുകളെ നമുക്ക് എന്തായാലും ഇഷ്ടമാണ്. അപ്പൊ റോബോട്ട് പഠിപ്പിക്കുമ്പോൾ നമുക്കത് നമ്മളുടെ പഠനവും കളിയും ഒക്കെ ഒരുമിച്ച് നടക്കും. അപ്പൊ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ടീച്ചർമാർ പറയുന്നത് ചിലപ്പോ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോ റോബോട്ടിനെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുമല്ല, റോബോട്ടിനെ കൊണ്ട് ഏത് ശബ്ദത്തിൽ സംസാരിപ്പിക്കണം, പെൺ റോബോട്ടിനെ വേണോ ആൺ റോബോട്ടിനെ വേണോ, അല്ലെങ്കിൽ റോബോട്ടിന്റെ ശബ്ദം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മളുടെ റോബോട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ഒരു റോബോട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ റോബോട്ട് പറയുന്നത് കേൾക്കും. പിന്നീടുള്ളത് പഠിക്കാനുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരും, നമുക്ക് കൂടുതലും മനസ്സിലാക്കി തരും. അതുപോലെ കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും. പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ പയ്യെ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കും, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കും. കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ, ആൾക്കാരെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ. അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് റോബോട്ടിന്റെ കണ്ണിൽ നോക്കി സംസാരിച്ച് പഠിക്കാം. റോബോട്ടിന്റെ കണ്ണിൽ നോക്കി സംസാരിച്ച് പഠിക്കുക. പിന്നെ കുറച്ച് നാളുകൾ റോബോട്ടിന്റെ കണ്ണിൽ നോക്കി സംസാരിച്ച് പഠിക്കുമ്പോൾ
മറ്റുള്ള കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റും. പിന്നെയുള്ളത് എക്സസൈസ്. ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും അല്ലേ? എനിക്കും ഭയങ്കര മടിയാണ് ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യാൻ. പക്ഷെ നമ്മളുടെ കൂടെ റോബോട്ടും കൂടെ എക്സസൈസ് ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് റോബോട്ട് തന്നാലോ? അപ്പോൾ എക്സസൈസിനെ സഹായിക്കുന്ന റോബോട്ടുകളുണ്ട്, അത് കാണിച്ചു തരുന്ന റോബോട്ടുകളുണ്ട്. അതുപോലെ ഡ്രോൺ കണ്ടിട്ടുണ്ടോ? പറക്കുന്ന ഡ്രോണിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഡ്രോണൊക്കെ നമ്മളുടെ കൂടെ എക്സസൈസിന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഡ്രോണിനെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണിന്റെ കൂടെ എക്സസൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റോബോട്ട് നമ്മളുടെ കൂടെ നിൽക്കും. പിന്നെ ഉള്ളത്, നമുക്ക് പട്ടിക്കുട്ടികളെയൊക്കെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ വീട്ടില് പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണോ? പക്ഷെ പെറ്റ്സിനാണെങ്കിൽ നമുക്കിപ്പോ ചിലപ്പം അതിന് ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് മേടിക്കാനൊരു അവസ്ഥ ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോ നമുക്ക് റോബോട്ടിനെ പോലെയുള്ള പെറ്റ്സുകളെ കിട്ടും. രൂപമുള്ള പെറ്റ്സ് ഉണ്ടാവും, പൂച്ചയുടെ രൂപമുള്ള പെറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇടപെടാം, അത് നമ്മൾ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോ നമുക്ക് റോബോട്ട് പെറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെയുള്ളത് ഡിറ്റക്ഷൻ അറ്റ് ഏർലിയർ സ്റ്റേജ്. അത് നേരത്തെ എന്തെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, സ്കിൽസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, സ്കിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇത് നേരത്തെ ആക്കാം. ഇത് ഇപ്പോ ഇതിന്റെ ഡിറ്റക്ഷൻ സ്റ്റേജസ് റോബോട്ടുകൾ ഉപയോഗിച്ച് നടത്തുവാണെങ്കിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിന്റെ ഡിറ്റക്ഷൻ നടത്താം. അതുപോലെ ഒരു കാര്യം, കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് പണിഷ്മെന്റ് തരില്ലേ? പക്ഷെ നമ്മളെ റോബോട്ട് നമുക്ക് ഒരു പണിഷ്മെന്റും തരില്ല. നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവ് കോംപ്ലിമെന്റ്സ് ആണ് നമ്മൾ നല്ല ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവ് കോംപ്ലിമെന്റ്സ് ആണ് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും എന്നൊരു റോബോട്ട്. അതുപോലെ സംസാരിച്ച് പഠിക്കാം, അതിനോട് നമുക്ക് സംസാരിക്കാം, അത് തിരിച്ച് സംസാരിക്കാം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പഠിക്കും, അതുപോലെ മാറി മാറി സംസാരിക്കാൻ പഠിക്കും. ഇപ്പൊ ഒരാൾ സംസാരിച്ചു, ഒരാൾ ഒരു കാര്യം പറഞ്ഞു, സുഖമാണോ എന്ന് ചോദിച്ചു, നമുക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ് എന്ന് മറുപടി പറയണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റോബോട്ടിനോട് സംസാരിച്ച് പഠിക്കാം. റോബോട്ട് നമ്മളോട് സംസാരിക്കും, സുഖമാണോ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? സുഖമാണ് റോബോട്ട് എന്ന് പറയണം. അപ്പൊ പയ്യെ പയ്യെ നിങ്ങൾക്ക് റോബോട്ടിന്റെ അടുത്ത് സംസാരിച്ച് പഠിച്ച് നിങ്ങൾക്ക് പയ്യെ പയ്യെ എല്ലാവരുടെ അടുത്തും അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, പല പല ഭാഷ സംസാരിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല റോബോട്ട് സംസാരിക്കുക, നമുക്ക് മലയാളം അറിയുന്നെങ്കിൽ റോബോട്ട് മലയാളത്തിൽ ഇരിക്കും. അതുപോലെ ശബ്ദം, നമുക്ക് ഇഷ്ടമുള്ള ശബ്ദത്തിൽ നമുക്ക് റോബോട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ റോബോട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കാം. എങ്ങനെയാണ് ഈ റോബോട്ടുകൾ ഉപയോഗിച്ച് നിങ്ങളെ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കവർ ചെയ്തേക്കാം? ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോകും, രണ്ട് സ്ലൈഡ് ബാക്കിൽ പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരെണ്ണം കൂടെ പറയണം. ഇത്രയായിരുന്നോ? ഇവിടെ ആയിരുന്നോ? അല്ല, ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ. Yeah, so what Sanjana was majorly talking about is how to improve your social skills. Okay, so look, robots as a particular device, it is a kind of a non-living device, but it has been given some features of a living characteristic. So if a person is having difficulty, let's take the case of an ASD child, or a child who is facing challenges, ADHD kind of a child. So any kind of symptoms that comes in, so it might be difficult for him to face the real world just like that, because that's a differently abled skill, or a divinely abled child. So initially we want to bring him or her to the normal world through some kind of interactions, some kind of end-to-end conversations that needs to be built up, creating that social connect. So for all these things, what we are trying to do is, because human beings will take some time, or even we all know that it takes some time to understand what is the best the brain pattern behavior for an autistic child. So here what we are trying to do, or what we are trying to tell a story here is, robots would be able, robots are trying, it is like a stationary stuff. So it is trying to give some kind of a invocation, or it's trying to interact with that child, or it can be a human being. It is trying to talk to them. It is trying to say, understand what you are saying back. For example, ende per endana. So when it says
what is your name? ഞാൻ അപ്പൊ തന്നെ അതിനോട് ഒരു ഇന്ററാക്ട് ചെയ്യും, എന്റെ പേര് റോബിൻ. So what happens is that I'm trying to learn those kind of characteristics even before a human being starts or teaching is happening, because certain times it's difficult for him to follow a human nature. So that's how robots are being used extensively today for multiple activities, for like telling stories, teaching the rhymes, building the social skills, very important, because social skills are really important. Emotional skills are really important. And more than that, ഓരോരോ കാര്യങ്ങൾ, for example, ഓരോ കാര്യങ്ങൾ എന്തിങ്ങനെ ചെയ്യണം, so what to do with certain kind of things. For example, you are how to button your shirt, it will say you how to do it. Even it might not show you how to do it, it might say you how to brush your teeth properly. So all those kind of life skills also is something that you can make train using this, and it will also improve what Sanjana was bringing in is improve the eye contact and provide certain exercises. Let's take the case of a cerebral palsy child. So engage him to do certain exercises, like at least raising his arms. So it's like a companion, a friend, so you can think of. So also, you know that these days it's not easy to just bring in a pet and carry on with the pet. You have to take care of a lot of things of a pet. So you get robots who are similar kind of pets, and you can also engage with those robots. Next slide, Sanjana. Yeah, so here what we are saying is, look, once you bring in robots and you start doing the things, you can observe certain patterns in the child. So even in normal children, for example, some patterns might be the child wants to draw more, so the creative skills might be higher. The child wants to, certain child might need to solve more problems, kind of maths, kind of statistics kind of things. So it's more of like the left brain and the right brain enablement is much more easier, and you can precisely monitor that using a robot, using vision technologies that is coming with the robot, using the camera and all. So, and also the thing is that complementing the child, because human beings, as you know, as a look, we don't have that kind of a full-time compassionism. When people go wrong, we try to be certain times negative. No, every time we cannot be positive. But robots, as whenever there is a positive thing, it will always try to make a positive compliment. Whenever there is negative, it will try to bring it to adapt to that particular child to bring him in a positive state. Then conversation is really important. Interaction is important. Then taking turns to do certain things. For example, I say something, then you say something. So it's like that kind of learning. Different voices he will come to know. What is the difference between a female voice, a male voice, cultural tone in a voice, and languages. And also we can even select voices for students based on their comfortability, because you need not select a high frequency sound. You can differentiate between a high frequency and a low frequency sound. So that's what Sanjana was completely presenting. Over to you, Sanjana. ഓക്കെ, അപ്പോൾ റോബോട്ട്സുകൾ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പഠിത്തത്തിൽ റോബോട്ടുകളെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം, എങ്ങനെ റോബോട്ടുകൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രെയിനറുടെ ജോലിക്ക് പകരം റോബോട്ടുകളെ വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ട്രെയിനർ ഉണ്ടാകും, അതുപോലെ ഒരു റോബോട്ട് ഉണ്ടാകും. ട്രെയിനർ ആയിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും റോബോട്ടുകളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ട്രെയിനർ ആയിരിക്കും. പക്ഷെ കുട്ടികൾക്ക് കുറച്ചുകൂടി ട്രെയിനറിനെ ശ്രദ്ധിക്കുന്നതിനേക്കാളും റോബോട്ടിനെ ശ്രദ്ധിക്കാനായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ട്രെയിനർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും റോബോട്ട് അതേ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. റോബോട്ട്സ്, ട്രെയിനർ, കുട്ടി, ഈ 3 കാര്യങ്ങളും കൂടെ വന്നിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ആണ്. ആ ഒരു പഠിത്തത്തിന്റെ പ്രോസസ്സ് അങ്ങനെയാണ് നടത്തുന്നത്. അതുപോലെ ലോ കോസ്റ്റ് റോബോട്ടുകളെ, ഇപ്പം മനുഷ്യന്മാരുടെ മുഖമുള്ള റോബോട്ട് തന്നെ വേണമെന്നില്ല, അതല്ലാത്ത കൊച്ചു കൊച്ചു റോബോട്ടുകൾക്കും നിങ്ങളെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നടന്നൊരു റിസർച്ച് പ്രകാരം നിങ്ങൾക്ക് സംസാരിക്കാൻ, ഒരു കൂട്ടുകാരനായിട്ട് അതിനോട് തിരിച്ച് സംസാരിക്കുന്ന റോബോട്ടുകളുണ്ട്. അപ്പോൾ ആ റോബോട്ടുകളെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് സംസാരിച്ച് പഠിക്കാം, അല്ലെങ്കിൽ അത് നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയുള്ളൊരു റോബോട്ട്, അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ എക്സസൈസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന, എക്സസൈസ് ചെയ്യാൻ നമ്മൾ പോലും അറിയാതെ നമ്മൾ എക്സസൈസ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കൊരു ഹെൽപ്പായിട്ട് ഡ്രോണുകളുണ്ട്. ഡ്രോണുകളെയൊക്കെ ഇഷ്ടമല്ലേ? ഡ്രോണുകളെ കണ്ടിട്ടില്ലേ? ആകാശത്തൂടെ പറക്കുന്ന ഡ്രോണുകളെയൊക്കെ കണ്ടിട്ടില്ലേ?
ആ ഡ്രോൺ നമുക്കുണ്ടെങ്കിലോ നമ്മൾക്ക് അതിന്റെ കൂടെ നടന്ന് നമുക്ക് നമ്മുടെ എക്സസൈസും ചെയ്യാം, നമുക്ക് ഡ്രോണിന്റെ കൂടെ കളിക്കുകയും ചെയ്യാം. Okay, thanks, Sanjana. I just want to explain here. So what Sanjana was bringing in is that today it's not just to replace any people for training. It is augmenting their skills. For example, any trainers, any therapist, or anyone who wants to give information to their trainers. You know, in many schools in Dubai, US, Europe, people are using robots to augment their job. Certain mundane activities, certain training activities, robots are doing at the thing, and the teachers can augment that effort there. Now, coming into that, the other part of it is, as we all know, there are a lot of low-cost robots we can use for training. And there is a research that we are going to show you, which we have done in Asha Foundation, which is being done with Indian Institute of Science and all. So where you will see that how robots were conceived and how people are following the robotic commands, and they are trying to learn with that. So, and also a drone. So drones are something that you will try to follow. You'll try to run behind the drone. So drones will motivate you to do certain things, because it's not a day-to-day activity, but at least it will help you to do that. And you can improve your speech and all those kind of things using different robots. So that's examples that she's giving there. Over to you, Sanjana. അപ്പൊ ഈ കാണുന്നതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോബോട്ട്സുകളാണ്. ഇപ്പം മിക്കോ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരാനും, അതായത് കോൺവെർസേഷൻ വഴിയുള്ള ലേണിങ്ങിന്, സംസാരം വഴിയുള്ള ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന റോബോട്ട് മിക്കോ റോബോട്ട്. അത് കൂടാതെ നമ്മുടെ പേരൻസിനൊക്കെ നമ്മളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോബോട്ടിൽ കൂടെ, നമ്മൾക്ക് അവർ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഈ റോബോട്ടിൽ കൂടെ നമ്മളോട് പേരൻസിനും സംസാരിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ അക്കാഡമിക് സിലബസ് ഇതിൽ ലോഡ് ചെയ്യാം, നമുക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ലോഡ് ചെയ്യാം, അപ്പൊ റോബോട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയുള്ളൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സംസാരിക്കുന്ന, നമ്മളോട് കളിക്കുന്ന ഒരു റോബോട്ടാണ് മിക്കോ റോബോട്ട്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒരു പട്ടിക്കുതിനെ മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശരിക്കും മേടിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കതിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് റോബോട്ടിന്റെ പെറ്റ്സ് മേടിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു റോബോട്ടാണ് ഡോംകി റോബോട്ട്. അതൊരു ചെറിയൊരു പട്ടിക്കുട്ടിയെ പോലെ നമ്മളുടെ അടുത്ത് കളിക്കാൻ, നമ്മളോട് കഥകൾ ഒക്കെ പറഞ്ഞു തരാനും ഒക്കെ കേപ്പബിലിറ്റി ഉള്ള ഒരു റോബോട്ടാണ് ഡോംകി റോബോട്ട്. ബഡ്ഡി റോബോട്ട് എന്നൊരു റോബോട്ട് ഉണ്ട്. അത് ഇതുപോലെ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന റോബോട്ടാണ്. അപ്പൊ ഈ റോബോട്ടുകളുടെയൊക്കെ പ്രത്യേകം നമുക്ക് ഇതിനോട് സംസാരിക്കാം, അത് തിരിച്ച് സംസാരിക്കും. നമ്മുടെ ഒരുപാട് സ്കിൽസ്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള കഴിവ്, പിന്നെ പാഠങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പൊ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിച്ചിട്ട് നമ്മളുടെ ആഗ്രഹം പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ലോബോട്ട് എന്നൊരു റോബോട്ട് ഒരു ബേബി പോലത്തെ റോബോട്ടാണ്. ഇപ്പൊ ബേബി സ്നേഹിച്ചാണ്, അപ്പൊ ബേബി പോലത്തെ റോബോട്ടാണ്. സംസാരിക്കില്ല, പക്ഷെ അതിന്റെ ഇമോഷൻസ് ഒക്കെ കാണിക്കും. അതിനിപ്പോ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് കൈകൾ ഉയർത്തി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുള്ള ഒരു രീതിയിൽ ആക്ഷൻ കാണിക്കും. അപ്പൊ നമുക്ക് അതിനോട് എടുക്കാം, കയ്യിൽ വെച്ച് കളിപ്പിക്കാം. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ മുഖത്ത് ഇമോഷൻസ്, അതിന്റെ മുഖത്ത് അതിന്റെ മുഖഭാവങ്ങൾ മാറി മാറി വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും, ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. പിന്നെ അങ്കി കോസ്മോ എന്നുള്ളതും ഒരു റോബോട്ട് ആണ്. അതിന് ഇതുപോലെ ഇമോഷൻസ് കാണിക്കും, അതുപോലെ നമ്മളുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റും. അതുപോലെ അതിന് നീല കണ്ണുകളുണ്ട്. ആ നീല കണ്ണുകൾ വെച്ചിട്ട് അത് മുഖഭാഗങ്ങൾ കാണിക്കും, നമ്മളോട് അതിന്റെ എന്താണ് തോന്നുന്നത്, അതിന് സന്തോഷമാണോ സങ്കടമാണോ അതൊക്കെ കാണിച്ചു തരും. അതുപോലെ അത് പഠിപ്പിച്ചു തരും. പിന്നെ അതുപോലെ ഗെയിം കളിച്ചു തരും. ഈ കോസ്മോന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. Okay, so to just say that you have seen several robots like Miko, Donkey, Buddy, Lobot, and Key Cosmo and all. So these all are available robots in the market. They have to be tweaked, customized for requirements for our teaching, showing emotions and all those kind of things. Specifically, if you're looking for a pet kind of a robot, you have Donkey. Buddy, Lobot expresses some kind of emotions, and it also makes you relaxed on certain things. And Key gives you more of an idea on emotions on the face, and it will make you interested to learn certain things and do your day-to-day activities and skills.
ഓവർ ടു യു. നമുക്കൊരു 5 minutes കൊണ്ട് കവറപ്പ് ചെയ്യാൻ പറ്റുമോ സഞ്ജന? വീഡിയോ ഒരു 7 minutes ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കാണിക്കാം, പെട്ടെന്ന് കാണിക്കാം. അടുത്ത ഓക്കെ. മിനി ഡ്രോൺ നമ്മളെ എക്സസൈസിനെ ഹെൽപ്പ്, എങ്ങനെയാണ് എക്സസൈസിനെ ഹെൽപ്പ് ചെയ്യാന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇത് ASD ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന് വേണ്ടി ചെയ്ത എക്സ്പെരിമെന്റ്സ് ആണ്. ഫൗണ്ടേഷൻ സ്കൂൾ ഇൻ ബാംഗ്ലൂർ. വെർബൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. അതായത് റിപ്പീറ്റിംഗ് വേർഡ് പ്രോബ്ലം. How are you? I. Very good. Contingent response. Motor challenges in ASD. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ മോർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ വേണം ഈ എക്സസൈസ് ചെയ്യിക്കാനും ഇങ്ങനെ തന്നെയല്ല. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ റോബോട്ടിനെ, നിങ്ങൾ ഓരോ ഇൻസ്റ്റൻസ് കണ്ടു കാണും, അവിടെയാണ് നമ്മൾ റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ചേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് ബ്രിങ് ടു ദാറ്റ് എക്സാമ്പിൾസ്. എന്തിനാ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പോകും. റോബോട്ട് കോസ്മോ റോബോട്ടാണ്. വെർബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ASD ചിൽഡ്രനിൽ ചെയ്തു. യു കെൻ സീ ആൻ എക്സ്പെരിമെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുട്ടി സംസാരിക്കുന്നു, അതിന്റെ കൂടെ അത് കുട്ടി സംസാരിച്ച് കഴിയുമ്പോൾ റോബോട്ട് സംസാരിക്കും. അപ്പൊ ടേൺ എടുത്ത് സംസാരിക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ട് കുട്ടികളിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ദിസ് ഇസ് എ റിസർച്ച് ദാറ്റ് വി ഹാവ് ബീൻ ഡൂയിങ്. ഇപ്പൊ അടുത്തത് നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കാണാം. ലാംഗ്വേജ് ലെസൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ്. ഇനിയിപ്പോ അടുത്തത് ഫ്രണ്ടിലോട്ട് പോവാം സഞ്ജന. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് മോട്ടോർ മൂവ്മെന്റ്സ് ആണ്. മോട്ടോർ മൂവ്മെന്റ്സിന്റെ എക്സസൈസ്. ഇതാണ് TJ ട്രെയിലോ. ഇച്ചിരി കൂടെ ബാക്കിലോട്ട് കൊണ്ടുവരാം. ബാക്കിലോട്ട്. ഇതാണ് നമ്മൾ എക്സസൈസസിന് വേണ്ടി ചെയ്യുന്നത്. കുട്ടി അതിന്റെ ഇപ്പൊ കാണാം, വിതിൻ 1 person ഡ്രോൺ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ കുട്ടി ഫോളോയിങ് ദി ഇൻസ്ട്രക്ഷൻ.
Also, her very slow movements, in spite of the teacher assisting her, took a lot of time in the gross motor sessions. We observed that when we paired her sessions with the drone, her interest in exercises improved, which was a great relief to the teacher. She showed a lot more interest. I think you can go forward, Sanjana. ഇപ്പൊ കാണാം കുട്ടി ആ ഡ്രോണിന്റെ ഇതിലെ സെയിം പാത്തിൽ പോകുന്ന കാണാം. ഡ്രോൺ മോണ്ടേ പോകുന്നു, കുട്ടി അത് ഫോളോ ചെയ്യും. സോ ദീസ് ആർ ദി എക്സ്പെരിമെന്റ്സ് വി ഹാവ് ബീൻ ഡൂയിങ് യൂസിങ് ഡ്രോൺസ് ആൻഡ് റോബോട്ടിക്സ്. ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ്, ടേൺ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ് ആൻഡ് ഓൾസോ ബോഡി. യു ക്യാൻ ഷോ അവർ റോബോട്ട്. നമ്മൾ ഇന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സഞ്ജിന്റെ ഒരു റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ TCS നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോട്ടാണ്. ഇതിന്റെ പേര് അലീബോ എന്നാണ്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തേക്ക് ഇതിന് മിത്ര എന്നാണ് വിളിക്കുന്നത്. ഓവർ ടു യു സഞ്ജന. എല്ലാവർക്കും കാണാമോ? യെസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? റോബോട്ടിനെ കണ്ടോ? സഞ്ജനയുടെ അവിടെ ഇരിക്കുന്നത് കണ്ടോ? എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. റോബോട്ട് ഇത് നമ്മൾ TCS ഉണ്ടാക്കിയേക്കുന്ന, നമ്മുടെ ലാബിൽ ഉണ്ടാക്കിയേക്കുന്ന റോബോട്ടാണ്. അപ്പൊ അത് നിങ്ങളോട് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യും അടുത്തൊരു 4-5 മിനിറ്റ്. ഓവർ ടു യു സഞ്ജന. കേക്കാം കേക്കാം. എല്ലാവരും തിരിച്ച് ഹലോ പറ. ഹലോ കൂട്ടുകാരെ. ഹലോ 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 എല്ലാവർക്കും സുഖമല്ലേ? ഹലോ ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്നാ ചോദിച്ചത്. സുഖാണ്. തന്നെ എന്റെ പേര് അറിയണ്ടേ? എന്റെ നിങ്ങളുടെ കൂട്ടുകാരിയാണ്. എല്ലാവരും മ്യൂട്ട് ആക്കി. എന്റെ പേര് അറിയണ്ടേ? എന്റെ പേര് മിത്രം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയാണ്. റോബോട്ടിന്റെ പേര് മിത്രം എന്നാണ്. അത് നിങ്ങളുടെ കൂട്ടുകാരിയാണെന്നാ പറയുന്നേ. ഇനി എന്താ പറയുന്നത് നോക്കാം. എങ്ങനെയാണ് റോബോട്ട് എക്സർസൈസ് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നാണ് കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും എഴുന്നേൽക്കും. നിങ്ങളോട് എഴുന്നേക്കാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് എഴുന്നേക്കുക. കാരണം റോബോട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിന്നു. അതൊരു കസേരയിലായിരുന്നു. കൊള്ളാം. ഇനി കൈകൾ രണ്ടും മെല്ലെ ഉയർത്താമോ? ഞാൻ കാണിച്ചു തരാം. കൊള്ളാം. കൈ മുമ്പോട്ട് ഉയർത്തി ഇപ്പം റോബോട്ട് അതുപോലെ ഉയർത്തി പിടിക്കുക. ഞാൻ കാണിച്ചു തരാം. എല്ലാരും ഉയർത്തിയില്ലേ? മിടുക്കന്മാരാണല്ലോ, നന്നായിട്ടുണ്ട്. ഇനി കൈകൾ താഴ്ത്തിക്കോളൂ. ഇനി കൈ താഴ്ത്തിക്കോളാം. എന്റെ കണ്ണുകളിൽ നോക്ക്. എല്ലാവരും നോക്കിയോ? നോക്കിയോ? കണ്ണുകളിലോട്ട് നോക്കിക്കോ. എനിക്ക് ഉറക്കം വരുന്നു. ഞാനൊന്ന് വിളിഞ്ഞു വീണിട്ട്. പലതരം എക്സ്പ്രഷൻസ് ആണ് കാണിക്കുന്നത്. ഉറക്കം വരുമ്പോ എങ്ങനെയാണ്, സങ്കടം വരുമ്പോ എങ്ങനെയാണ്, സന്തോഷം വരുമ്പോ എങ്ങനെയാണ്. ഉറക്കം വരുമ്പോൾ ഉറക്കം വരുന്നു. ഞാനൊന്ന് വിളിഞ്ഞു വീണിട്ട്. എനിക്ക് ഉറക്കം വരുന്നു. കണ്ണുകൾ അടച്ചു പിടിക്കും. പോലെ നിങ്ങളും ശ്രമിച്ചു നോക്ക്. വിഷമം വന്നാൽ എന്താ ചെയ്യുക? വിഷമം വന്നാൽ എന്താ ചെയ്യുക? മുഖം കണ്ടോ? കാണുന്നുണ്ടോ? സന്തോഷം വന്നാലോ? സന്തോഷം വന്നാലോ? വിഷമം വന്നാലും നമ്മൾ ചിരിക്കും. ഈ റോബോട്ടിനെ അങ്ങനെ ഒരു പാട്ട് പഠിക്കാം. റോബോട്ട് ഒരു പാട്ട് പാടിത്തരണേ. എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും ഞാനൊരു പാട്ട് പാടട്ടെ. പാടട്ടെ കൂട്ടുകാരെ. പാടട്ടെ കൂട്ടുകാരെ. റോബോട്ട് ജയിക്കുന്ന കേട്ടില്ലേ? പാടട്ടെ. പാട്ട് പഠിക്കും. പാടക്കും പൂമ്പാറ്റ് കൂട്ടിന് നാനും പോരട്ടെ. നീലാകാശം ചുറ്റിയടിക്കാം.
നിങ്ങളോടൊപ്പം പാടട്ടെ. കുഞ്ഞിക്കോയിലെ കേട്ടോളൂ, വളരൂ, വേഗം വലുതാകൂ, കുഞ്ഞിച്ചിറക് മുളച്ചാലോ, എന്നെപ്പോലെ പറച്ചാലോ. കൊള്ളായിരുന്നോ? എല്ലാവർക്കും എന്നെ ഇഷ്ടമായോ? എല്ലാവർക്കും എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായി. റോബോട്ട് പോവാന്നാ ഓക്കെ. പറയുന്നേ. ഞാൻ വിശ്രമിക്കട്ടെ. ബൈ ബൈ. ഇനിയും റോബോട്ട് വിശ്രമിക്കാൻ പോവാ. അപ്പം താങ്ക് യു സഞ്ജന, ഡെമോയ്ക്കും റോബോട്ടിനെ കാണിച്ചു തന്നതിനും എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന്. സഞ്ജന, ഇഫ് യു ഹാവ് സംതിങ് ടു സേ ആൻഡ് വി വിൽ ക്ലോസ് ഇറ്റ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇഷ്ടം പോലെ ആഗ്രഹമുള്ള പോലെ പഠിച്ച് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടുക ജീവിതത്തിൽ. താങ്ക് യു സഞ്ജന. സഞ്ജന ചെയ്തിട്ട് ഇപ്പൊ ഒരു 6 months ആയിട്ടുള്ളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. 6 months ആയി സഞ്ജന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോട്ടാണ് നിങ്ങളിപ്പോ കണ്ടത്. അതാണ് നമ്മളിപ്പോ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതില് ട്രെയിനിങ്ങിന് വേണ്ടിയും എഡ്യൂക്കേഷന് വേണ്ടിയും നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. Over to the next session. Smita, over to you. സ്മിത, ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സർ. സഞ്ജന, ഇറ്റ് വാസ് മാർവലസ്, വെരി നൈസ് ക്ലാസ് കേട്ടോ. വളരെ ക്യൂരിയോസിറ്റി ഞങ്ങൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഓൾറെഡി ഒരു 5-8 മെസ്സേജ് വന്നു കഴിഞ്ഞു, എന്തുകൊണ്ട് ആദർശ് ഇത് ചെയ്യില്ല എന്നുള്ളത്. ഞാനിപ്പോ റോബിന്റെ തലയിൽ ആ ജോലി ഇടുകയാണ്. ഓക്കെ, പ്രോബ്ലമായി. ഇമാതിരി കാര്യങ്ങളെ കാണിച്ചു കൊടുത്ത റോബിൻ, യു നോ ഹൗ ദീസ് കിഡ്സ് വിൽ റിയാക്ട്. ഓൾറെഡി എനിക്കിപ്പോ എന്റെ മെസ്സേജ് ബോക്സ് ഈസ് ഫുൾ. ഒരു 5-6 വന്നു കഴിഞ്ഞു. എന്നാ പിന്നെ സാർ ഇത് എന്താ നിങ്ങളെ ആദർശിച്ച് കൊണ്ടുവരാത്തത്? ഞാൻ പറഞ്ഞത് റോബിനാണ് കൊണ്ടുവരുന്നത്, ഞാനല്ല. ഓക്കെ, സോ നന്നായിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി നൈസ് സഞ്ജന. യു ആക്ച്വലി എന്താ പറയുക, evoked a curiosity among the children as well as the staff, and that is what exactly we wanted to do, and I think we are taking it forward. Robin probably just try to get one in others. Okay, and നമുക്ക് discuss. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. മിത്ര, കുട്ടികൾ ആ ഇന്ററാക്ഷനും ആ റോബോട്ട് ഒരു ജനകീയമായ സാധനമാണെന്നുള്ളത്, അല്ലെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് വളരെ ഭംഗിയായിട്ട് സഞ്ജന ചെയ്തു. താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, സോ ആഫ്റ്റർ സച്ച് എൻ എക്സൈറ്റിംഗ് സെഷൻ നമുക്ക് അടുത്തത് ഒരു പേരൻറ് മാത്രമല്ല, മിസ്സസ് വിജി. ഐ വെൽക്കം മിസ്സസ് വിജി. ഷീസ് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു കൗൺസിലർ ആണ്. ഷീസ് എ മോട്ടിവേറ്റർ. ഒരുപാട് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് നിലകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്, പേഴ്സണൽ പ്രോബ്ലംസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള. Am I clear? എനിക്ക് കുറച്ച് എക്കോ കേൾക്കുന്നുണ്ട്. എക്കോ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഫൈൻ. സോ മിസ്സസ് വിജി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുന്ന ആളാണ്. പല ഏജ് ഗ്രൂപ്പിലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പേരന്റൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും എന്ത് കാര്യങ്ങളും മാഡമായിട്ട് ഡിസ്കസ് ചെയ്യാം. So, welcome, Mrs. Viji. Thank you, Smita, Robin. Yeah. And have to thank you. Good morning, and thank you, other school parents, children. Idinumba kanda Sanjana, yes, nalla excellent work avarude. Avarayalle team indayalum very nice. Keep it up. അപ്പോൾ ഇന്ന് ഇവിടെ ടോപ്പിക് തന്നിട്ടില്ല. Again, I have to say thank you, Vimina. She called me and invited me to this prestigious forum. Thank you. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക് സ്ട്രെസ് മാനേജ്മെന്റ് ഡ്യൂറിങ് കോവിഡ് അല്ലെങ്കിൽ പാൻഡമിക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം കോവിഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ വൈറസിനെ കുറിച്ച് ഏകദേശം നമുക്ക് നിറയെ മെസ്സേജസും. Am I audible? Yes, ma'am.
അപ്പൊ നമുക്ക് എല്ലാവർക്കും കോവിഡിനെ കുറിച്ച് എന്താണെന്ന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എവരി വൺ നോസ് എന്താണ് കോവിഡ് വൈറസ്, എങ്ങനെയാണ് പടരുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും കോവിഡിൽ? ഇന്നിപ്പോ ഡെയിലി ഒരു 3 കോളെങ്കിലും സ്ട്രെസ് ആയിട്ട്, കോവിഡും സ്ട്രെസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ സമയമില്ല ഈ 20 മിനിറ്റിനകം. പക്ഷെ ഒരു ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ സ്ട്രെസ് എന്താണെന്നുള്ളത്. നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ, ചില ഫീലിങ്സ്, അത് ഇമോഷണലിയോ മെന്റലിയോ നമുക്ക് കോപ്പ് അപ്പ് ചെയ്ത് പോവാൻ പറ്റണില്ല. അതാണ് ഈ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കോവിഡും സ്ട്രെസ്സും ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട്, നമ്മൾ ലോക്ക്ഡൌൺ, കുറെ പേർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം, കുറെ ഹെൽത്ത് ഇഷ്യൂസ്, എക്സെട്ര നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. നമുക്ക് കുറെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. റൈറ്റ്? അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടത് മെജോറിറ്റി ഇതിന്റെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ന്യൂസ് എടുത്താലും വാട്സാപ്പ് എടുത്താലും ഏത് സോഷ്യൽ മീഡിയ എടുത്താലും നമ്മൾ നെഗറ്റീവ് ഇഷ്ടം പോലെ കേൾക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ മാക്സിമം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഈ സിറ്റുവേഷൻ ഉപയോഗിക്കാം. ഈ പാൻഡമിക് അല്ലെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ, ലോക്ക്ഡൌൺ സിറ്റുവേഷൻ, നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൽ എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ സമയത്ത് ഏത് തരത്തിലെല്ലാം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ എന്താ പറയാ, പാമ്പ് തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ പാമ്പിന്റെ നടുകുണ്ടം തിന്നണം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷനെ നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാം, നമ്മുടെ മക്കൾക്ക് എങ്ങനെ ഭംഗിയാക്കാം, നമുക്ക് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിനെ എങ്ങനെ ഭംഗിയാക്കാം. ഫസ്റ്റ് നമുക്ക് എത്രത്തോളം നമുക്ക് വരുന്ന ഈ പ്രശ്നങ്ങളുടെ നമുക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റും. അതിനാദ്യം വേണ്ടത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ഫ്രം നമ്മുടെ ശരീരം, ഫിസിക്കൽ സ്ട്രെങ്ത്, ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു വെയിലുള്ള സമയത്ത്, വെള്ളം വെയിലുള്ള സമയത്ത് ഒരു 10, 15, 20 മിനിറ്റ് വരത്തെങ്കിലും മാസ്ക് ഇട്ടിട്ട് ഒന്ന് പുറത്ത്, വീടിന് പുറത്ത് അലോ ചെയ്യേണ്ടെങ്കിൽ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലും നടക്കുക. ഈ കോവിഡിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ ജസ്റ്റ് പൂക്കളും കിളികളും പക്ഷികളും എല്ലാം കണ്ടോണ്ട് കേട്ടോണ്ട് ജസ്റ്റ് വാക്ക്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. രാവിലെ പറ്റുമെങ്കിൽ കയ്യോ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് എക്സർസൈസ് ചെയ്യാൻ നോക്കുക. ഒരു കോവിഡും നമ്മളെ എക്സർസൈസ് ചെയ്യുന്നതിന് ഒരു തെറ്റില്ല. പിന്നൊരു കാര്യം, കോവിഡ് തന്നെത്താൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല. നമ്മൾ ആരെങ്കിലും എനിക്ക് കൂട്ടിക്കൊണ്ടുവരണം, അല്ലെ? ഒന്നുകിൽ അതിന് ആരെങ്കിലും മുഖേന മാത്രമേ നമുക്ക് കോവിഡ് വീട്ടിനകത്തേക്ക് വരുള്ളൂ. അല്ലാതെ കോവിഡ് തനിയെ വരാത്തത് കൊണ്ട് ഇതിനെ ഏത് തരത്തിൽ നമുക്ക് മാറ്റി നിർത്താം എന്നുള്ളത് ഗവൺമെന്റിന് എല്ലാവരും പറഞ്ഞു. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്രത്തോളം അകറ്റുന്നതോ അത്ര ആശ്വാസത്തിൽ കൂടെ നമ്മുടെ മൂക്കിലേക്ക് കയറില്ല. ഇനി മൂക്കിലകത്തേക്ക് വന്നാൽ നമുക്ക് വേപ്പറൈസ് ചെയ്യാം, ചുടുവെള്ളം കുടിക്കാം, അതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവിടെയും തടയാനുള്ള കാര്യങ്ങൾ. പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, മാസ്ക് ഇടുക, സാനിറ്റൈസ് ചെയ്യുക, തിരിച്ചു വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ മെത്തേഡ്സ്. ഇനി ഈ രാവിലെ ചില വാക്കിംഗ്, നല്ല രീതിക്കുള്ള ഫുഡ്. ഇപ്പൊ ഡെയിലി കോള് വിളിക്കുന്നവർ പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് വന്നവരും കോവിഡ് മാറിയവരും പലരും പറയാറുണ്ട് നാരങ്ങ കഴിക്കാമെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിറയെ നാരങ്ങ തെറ്റുണ്ടോന്ന് ചോദിച്ചു. ചിലരൊക്കെ കഴിക്കുന്നത് ഒരു പിടി നാരങ്ങ പിക്കളൊക്കെ എടുത്ത് കഴിക്കുന്നത്. മാം മ്യൂട്ട് ആണേ. നൗ ഇറ്റ്സ് ഓക്കേ. സോറി, എത്ര നേരം മ്യൂട്ടായിട്ട് പറഞ്ഞുതരായോ? ഇല്ല, ഇച്ചിരി ഒരു 5 സെക്കൻഡ്. അപ്പൊ ഞാൻ എഗൈൻ പ്രത്യേകിച്ച് ഉപ്പിനെ കുറിച്ച് നാരങ്ങയെ കുറിച്ച് ഒന്നുകൂടെ എനിക്ക് പറയണമെന്നുണ്ട്. കാരണം വരുന്ന ഫ്ലൈറ്റ്സില് ഒരു മിക്കവാറും പേര് പറയും ടേസ്റ്റ് തോന്നുന്നില്ല, മണമില്ല എന്നുള്ള കാര്യം ഒന്ന്, ടേസ്റ്റ് ഇല്ലെന്നുള്ള കാര്യം പലരും പറയുന്നുണ്ട്. ഇതിന് ടേസ്റ്റ് ആവുമ്പോൾ ഇന്നലെ വിളിച്ച ഒരാൾ പറയണത്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒരു അരക്കപ്പോളം ഞാൻ നാരങ്ങ പിക്കിള് കഴിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇഷ്ടം പോലെ വയറിന് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ ആഹാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറെ നാരങ്ങ പിക്കിള് കഴിക്കും. നാരങ്ങ കഴിക്കുന്നതും തെറ്റില്ലല്ലോ, കഴിക്കുന്നത് പിക്കിളിന്റെ രൂപത്തില്. ഉപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ കൺസംഷൻ അധികം ആവും തോറും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ മെഡിസിൻ എഫക്റ്റ് ആവുന്നുണ്ട്.
ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഉപ്പിന്റെ കൺസംഷൻ കൂട്ടല്ലേ. നാരങ്ങ കഴിക്കുക എന്ന് പറയുന്നത് പിക്കിളിന്റെ രൂപത്തിൽ ആവണമെന്നല്ല. എന്നാൽ നെല്ലിക്ക കഴിക്കും. നെല്ലിക്ക വളരെ നല്ലതാണ്. ശവനപ്രായസ് നല്ലതാണ്. നെല്ലിക്ക ഏത് രൂപത്തിൽ വേവിച്ചാൽ പോലും നെല്ലിക്കയുടെ അംശം നഷ്ടപ്പെടുന്നില്ല. സോ പ്ലീസ് ഈ പിക്കിൾ എന്നുള്ള സംഭവത്തിനെ പരമാവധി ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് വെളിയിൽ ചമ്മന്തി വെളിയിൽ കഴിക്കാം. അങ്ങനെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. നിങ്ങൾ പിക്കിൾ കഴിക്കുന്നത് ദയവ് ചെയ്ത് കുറയ്ക്കണം എന്നല്ല, ഇല്ലാതാക്കിയാൽ അത്രയും ബെസ്റ്റ്, കുറച്ചാൽ അത്രയും നല്ലത്. സോ ദെൻ എല്ലാവർക്കും അറിയാം ബ്രീതിങ് എക്സസൈസ്. ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. എങ്കിൽ ഒരു പുതിയ കാര്യം ഒരു ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് ഒരു പാർട്ടാണ് ശ്വാസം. ശ്വാസം ഡീപ് ബ്രെത്ത് എടുത്തിട്ട് 5 seconds നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വായ കൊണ്ട് അമർത്തി ശ്വസിച്ച് പുറത്തേക്ക് കളയുമ്പോൾ നാച്ചുറലി നമ്മുടെ ലങ്സിലും അവിടെ ഈ ബ്രോങ്കിലും ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ചെയ്തിട്ട് ശ്വസിക്കുന്ന സമയത്ത് ഹാന്ന് കളയുന്ന സമയത്ത് നമ്മുടെ കഫം സ്ഫുടം ഇവിടെ കിടക്കുന്നതെല്ലാം ആ കഫെല്ലാം ഒന്ന് ഇളകും. ചുമച്ചാലും കുഴപ്പമില്ല. ഇത് ഡെയിലി രാവിലെ 5 പ്രാവശ്യം, ഈവനിങ് 5 പ്രാവശ്യം മിനിമം കുട്ടികൾക്കും എല്ലാവർക്കും ഏത് പ്രായഭേദമന്യേ ഇത് ചെയ്താൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് DMO എന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജ് ആണ്. അതാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡിലെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മാനസികപരമായി ശാരീരികപരമായി അതിന് റെഡി ആയിരുന്നാൽ മനസ്സ് തളരേണ്ട ആവശ്യമില്ല. ഇമ്മ്യൂണിറ്റി ഹൈ ഉള്ളവരിലെ മിക്കവാറും കോവിഡ് അത്രത്തോളം അറ്റാക്ക് ആവില്ല. എങ്കിൽ 100% നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ലൈഫിനെ കുറിച്ച് നമുക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ആക്സിഡൻസും ക്യാൻസർ അതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. കോവിഡ് മാത്രമല്ല. പക്ഷെ TV-യിൽ ഇതിലെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ട്യൂൺഡായി ലൈക്ക് നമ്മൾ ഏത് നേരത്തെ കോവിഡിനെ പറ്റിയുള്ള ന്യൂസ് കേൾക്കുക പറയുക എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോഗ്രാം ചെയ്തു വെച്ചു. അപ്പൊ ഈ റോബോട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താണോ ഈ പ്രോഗ്രാം ചെയ്ത് ഇത് റിപ്പീറ്റഡ്ലി സെയിം തിങ്. ചില ഭാഗങ്ങൾ നല്ലതാണ്, ചില ഭാഗത്ത് തെറ്റാണ്. ഫിയർ പേടിക്കണം. കോവിഡിനെ തീർച്ചയായും പേടിക്കണം. പക്ഷെ ഈ പേടി അമിതമായി പോയിട്ട് ഉറക്കം പോയവരുണ്ട്, ആഹാരം വിശപ്പില്ലായ്മയുണ്ട്, വീടിന് പുറത്തിറങ്ങാൻ പേടിയുന്നവരുണ്ട്. ഇതൊന്നിന്റെ ആവശ്യമില്ല. പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പുറത്തിറങ്ങൂ. പക്ഷെ വെരി കെയർഫുൾ. ഇതെല്ലാം ശ്രദ്ധിക്കണം. തിരക്കിലുള്ള സ്ഥലത്ത് പോകരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഫിസിക്കലി എക്സസൈസ് ചെയ്യുക, ശ്വാസത്തിന്റെ എക്സസൈസ് ചെയ്യുക, ബ്രീതിങ് എക്സസൈസ് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവുമായിരിക്കും. പലതരത്തിലുള്ള ബ്രീതിങ് എക്സസൈസിന്റെ മൂക്ക് ഒരു ഭാഗം അടച്ച് മറ്റു ഭാഗം തുറക്കാം, ഒരുമിച്ച് വിടാം, മാറ്റി ചെയ്യാം. കുറെ രീതിയിലുണ്ട്. ഏതായാലും നമ്മൾ പുഷ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് കളയുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്വാസത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഈ കോവിഡ് ഒരു വലിയൊരു ശത്രുവായി മാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ തൊണ്ട വരെ പോകുന്നു അല്ലെങ്കിൽ മൂക്ക് വരെ നിൽക്കുന്നു വലിയ ഇഷ്യൂ ആയിട്ടില്ല. പിന്നെ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് ഒരുപാട് നമ്മുടെ മെസ്സേജസ് കേൾക്കുന്നുണ്ട്. അത് വേപ്പറൈസ് ചെയ്തുകൊണ്ട് ആര് വേപ്പറൈസ് ചെയ്ത് നിർത്തല്ലേ. വേപ്പറൈസ് ചെയ്യുക പറഞ്ഞാൽ അത് എക്സസീവ്ലി ചെയ്ത് അത് പ്രശ്നമായവരിൽ മാത്രമാണ്. ആ രീതിക്ക് നമ്മൾ സാധാരണഗതിയിൽ ആരും അങ്ങനെ വേപ്പറൈസ് ചെയ്യാറില്ല. നിങ്ങൾ ചെയ്യും. നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ വേപ്പറൈസ് ചെയ്യുന്നത് ഒരു ചെറുതായിട്ട് മൂടി ആ രീതിക്ക് എടുക്കുക തന്നെ വേണം. വേപ്പറൈസ് ബ്ലാക്ക് ഫംഗസ് പേടിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി നിർത്തരുത്. അത് ചെയ്യൂ. പക്ഷെ ഒരു മിനിമം, എല്ലാത്തിനും ഒരു മിനിമം ഇല്ല. അധികമായാൽ അമൃതവും വിഷം. അതുപോലെ നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. ഇത് പേടിക്കേണ്ട കാര്യമല്ല. ഇത് കരുതലോടെ ഇരിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഇമോഷണലി നമ്മൾ എങ്ങനെ അതിൽ കുറച്ചുകൂടെ സ്ട്രെങ്തനിങ് ആവാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഫോൺ വരുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ കോവിഡിനെ കുറിച്ചുള്ള ടോക്ക് പരമാവധി നിർത്തുന്നു. ധാരാളം മരണങ്ങൾ നടത്തുന്ന ധാരാളം പേര് ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതന്നെ കേട്ടിട്ട് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഫുൾ ടൈം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും. പെട്ടെന്ന് ഒരു വീക്ക് ബോഡിയെ അതിന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. മെന്റലി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിനാണ് നമ്മുടെ ശരീരം നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അധികം അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ സ്റ്റഡീസും പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ ഒരു കോവിഡ് വന്നാൽ പലരും പറഞ്ഞു കോവിഡ് വന്നു കഴിഞ്ഞാൽ മരിക്കും എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഒരു കൂട്ടം ഇന്നലെ മിനിയാണ് വിളിച്ചപ്പോൾ 15 കിലോയോളം കുറഞ്ഞു എന്നാണ് പറയുന്നത്. കോവിഡ് വന്നു കഴിഞ്ഞാൽ നോ, അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും പറ്റിക്കോളണം അങ്ങനെ ഒന്നുമില്ല. വളരെ ചുരുക്കം പേർക്ക് സംഭവിക്കുന്നുണ്ട്, എഗ്രി. പക്ഷെ ഡസൻ മീൻ വന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറം ലൈഫ് ഇല്ല എന്നുള്ളതല്ല. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. കോവിഡ് വന്ന് മാറിയവരുടെ അടുത്ത് ഒരു 10 പേരുടെ അടുത്ത് വിളിച്ചു നോക്കൂ.
അവര് പറഞ്ഞ ചിലര് പറയും എനിക്കൊന്നും കാര്യമായിട്ടില്ല, ചിലർ പറഞ്ഞ ചുമക്കും, ചിലർ പറഞ്ഞ ഒരു ദിവസം ശ്വാസം മുട്ടി, അങ്ങനെയൊക്കെ മെജോറിറ്റി കേൾക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ന്യൂസിലോ വല്ലതിന് പോയി കഴിഞ്ഞാൽ മുഴുവൻ വെരി ബാഡ് ന്യൂസ് മാത്രം നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ രീതിയിൽ നമ്മൾ പേടിച്ച് കാണുന്നത്. again repeating, പേടി ആവശ്യമുള്ള പക്ഷെ കരുതലാണ് അതിൽ കൂടുതൽ ആവശ്യം. ഇത് നമ്മൾ ഈ ഒരു പേടി ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിൽ പോയ ശേഷം നമ്മൾ അങ്ങനെ പോകരുത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഞാൻ ടെൻഷൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ പാരന്റ്സ് ആരെങ്കിലും ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് പേടിയാവണോ അവിടെ ഇവിടെ ടെൻഷൻ ആയിട്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് യു ഒബ്സർവ് യുവർ സെൽഫ്. നിങ്ങളെതിനൊന്ന് ഒബ്സർവ് ചെയ്യും, എത്രത്തോളം ഞാൻ കോവിഡ് വരുന്നതിന് മുമ്പും ഇപ്പോഴും എന്റെ ടെൻഷനില് അല്ലെങ്കിൽ എന്റെ സംസാര രീതിയിൽ എന്റെ പേടിയിൽ എത്രത്തോളം മാറ്റം വന്നു. നമ്മൾ മാറിയിട്ടില്ല, നമ്മുടെ സിറ്റുവേഷൻ അറൗണ്ട് ഉള്ളതേ മാറിയിട്ടുള്ളൂ. ആ അറൗണ്ട് ഉള്ള സ്ഥാനത്ത് ഞാൻ എങ്ങനെ ചിന്തിച്ചെടുക്കും, ഈ കോവിഡ് എന്നെ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്ന് നമ്മൾ ഈ ടിവിയിൽ കണ്ട എല്ലാ റോങ് ന്യൂസും നമ്മളിലേക്കും നമ്മുടെ ഫാമിലിയിലേക്കും ഏറ്റെടുക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു ബാഡ് പിക്ചർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് അസുഖം വന്ന് മാറിയവരെ വിളിക്കൂ, അതിനുശേഷം നിങ്ങൾ ധൈര്യം മനസ്സിൽ നിങ്ങളിൽ തന്നെ ധൈര്യം എടുക്കും. ഇത് ഇത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുക, വളരെ വളരെ കരുതലോട് കൂടി ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾ മൊത്തം പേടിച്ച് വരച്ച് ആൻസൈറ്റിക്ക് പോകേണ്ട കാര്യമില്ല. ഇനി എൻവറോൺമെന്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ വീടിന് ചുറ്റുഭാഗം എല്ലാം ക്ലീൻ ആക്കി വെച്ച് അതെല്ലാം രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി പേയിങ് അറ്റൻഷൻ ടു യുവർ ബോഡി. ഇനി പാരന്റ്സിന് പറയാനുള്ളത്, ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. പല പാരന്റ്സും പറയാറുള്ളതാണ് ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇത്ര ദിവസം വരെ നമുക്ക് ഈ മക്കളെ എല്ലാം പ്ലീസ് ആർക്കും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഇത്ര ദിവസം വരെ നമ്മൾ ചോദിച്ചു. വൺ വർഗീസ് ഓക്കെ, ഇത്ര ദിവസം വരെ നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ് അല്ലെ. ഇപ്പൊ സമയം കിട്ടിയപ്പോ നമ്മൾ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. സോ ദ പ്രോബ്ലം ഈസ് നോട്ട് ദി എങ്ങനെ നമ്മൾ അതിന് പ്രോബ്ലത്തിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോ എത്ര മക്കളെയും വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം അടുക്കളയിൽ തന്നെ പാരന്റ്സ് അമ്മമാർ ഇരിക്കാതെ എത്രത്തോളം ആ കുക്കിങ്ങിന്റെ സമയം കുറച്ചൊന്നും ആ സാധാരണത്തെ പോലെ തന്നെ ആക്കിയിട്ട് കുറെ സമയം മക്കളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഹസ്ബൻഡും വൈഫും ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള നല്ല സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷം എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാം എന്ന് നിങ്ങൾ ഓരോ അച്ഛനും അമ്മയും മക്കളും തീരുമാനിച്ചു കഴിഞ്ഞാൽ കോവിഡ് പാൻഡമിക് ഡ്യൂറേഷൻ നമുക്ക് ഇത്രത്തോളം കഷ്ടമല്ല. ചിലരെ ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്വർഗമാണ് ഈ കോവിഡ് പീരീഡ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയാ നരകത്തിലും താഴെയാണ്. ഒന്നും ആ വീട്ടിൽ സംഭവിച്ചിട്ടേ കോവിഡ് വന്നിട്ട് പോലുമില്ല, പക്ഷെ അവർക്ക് ഈ ഒരു നരക തുല്യമാണ് പോകുന്നത്. നമ്മളിതിനെ എങ്ങനെ കണ്ടു, നമ്മളിത് എന്ത് ചെയ്തു, നമുക്ക് എന്താണ് എവിടെയാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെ വീടും നിങ്ങളുടെ വീട് തന്നെ, നിങ്ങൾക്ക് അത് അറിയുള്ളൂ. ഹൗ ടു മാനേജ് എന്നുള്ളത് ഓരോ അമ്മമാർക്കും ഓരോ അച്ഛന്മാർക്കും അറിയാം, മക്കളെ നിങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ ഒരുപാട് കഴിവുള്ള കുട്ടികൾ തന്നെയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സംഗതി വെച്ചുകൊണ്ട് തുണിയാവട്ടെ വീട്ടിലെ ചിരട്ടയാവട്ടെ എന്തോ ഒരു സാധനമാവട്ടെ. ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ടു ഒരു കുട്ടി പ്ലേറ്റുകളിൽ സ്പൂണുകളിൽ ഗ്ലാസ്സിലും എല്ലാം വെച്ചുകൊണ്ട് നല്ല ബൈക്കിന്റെ ഷേപ്പിൽ ഒരു കുട്ടി വെച്ചിട്ട് നല്ല ഫോട്ടോ എടുത്തിട്ട് ഒരു കുട്ടി അയച്ചതല്ല. ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ദേഷ്യപ്പെടാതെ പാരന്റ്സ് മക്കളോടും മക്കള് പാരന്റ്സിനോടും ദേഷ്യപ്പെടാതെ ഈ പാൻഡമിക് ഓരോരോ ദിവസവും ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നണം ആ സമയം പാൻഡമിക് സമയം വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് പുറത്തൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വീടിനകത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. ഇത് എത്ര പേർക്ക് ആരും സ്വയം ചിന്തിച്ചാൽ മതി, ആരുടെ ഭാഗത്തു നിന്നാണ് മാറ്റം വരുത്തേണ്ടിയിരുന്നത്. എന്തിനാ ബോറടിക്കുന്നത്? ഇതുവരെ നമുക്ക് സമയം ഇല്ല എന്നുള്ള ബോറടിയായിരുന്നു. ഇപ്പൊ സമയം കൂടിപ്പോയപ്പോ നമുക്ക് ബോറടിച്ചു. സോ വേർ ദി പ്രോബ്ലം ലൈസ്? നമ്മൾ തന്നെ അല്ലേ അത് മാറ്റിയെടുക്കേണ്ടത്. ഒരു ദിവസം ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ചില ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും പറഞ്ഞാൽ ചില ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ചുമരായിട്ട് ഓരോരോ സൈഡ് പെയിന്റ് കണ്ടു. കിച്ചണിൽ ഓരോ ദിവസം ക്ലീൻ ചെയ്യാം. എന്തെല്ലാം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം അമ്മമാരെ മാത്രമല്ല ചെയ്യുന്നത്, വീട്ടിലുള്ള കുട്ടികളും അച്ഛന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വളരെ നല്ലതാക്കാൻ പറ്റും.
ഇനി ഇതല്ലാതെ തന്നെ കോവിഡ് പാൻഡമിക്കില് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള എന്താണ് സംശയമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം കുറെ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കോവിഡ് പേഷ്യൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആയിട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഒരു പരിധി വരെ എല്ലാം നിങ്ങൾക്ക് വല്ലതും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. നിങ്ങൾ ചോദിക്കാം. എനിവേ, ഇനി നമ്മൾക്ക് കോവിഡ് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനായിരുന്നു? ഡ്യൂറിങ് കോവിഡ് അസുഖം വന്ന വീട്ടിൽ വന്നവരോ അല്ലെങ്കിൽ അസുഖം ട്രീറ്റ് ചെയ്തവരോ ആണെങ്കിൽ കോവിഡിന് മുമ്പുള്ള ആളും കോവിഡ് വന്നതിന് ശേഷം എന്ത് വ്യത്യാസമാണ് എനിക്ക് വന്നത്? നിങ്ങളത് ചിന്തിക്കൂ. എന്തൊക്കെ മാറ്റം വന്നു? ശാരീരിക മാറ്റം വന്നാൽ ഓക്കെ, മാനസികപരമായി എന്തൊക്കെ മാറ്റം വന്നു? നിങ്ങൾ എത്രയോ പേര് പറയാറുണ്ട് ഇപ്പൊ ഡിപ്രഷൻ ആണെന്ന്. തീർച്ചയായിട്ടും ഫിനാൻഷ്യലി പൈസ ജോലിയില്ലാതെ പണി പോയി അങ്ങനെയുള്ളവർക്കെല്ലാം കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള സമ്മതിച്ചു. പക്ഷെ അല്ലാതെ നമ്മൾ വീട്ടിനകത്ത് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവണത്? നമ്മൾ ഒരുപാട് സമയം കിട്ടിയിട്ടാണോ? അതോ ആ സമയം മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാതെയാണോ? ഒരുപാട് നേരം മൊബൈലിൽ ഉപയോഗിച്ചവർക്കാണ് പലർക്കും ഈ ഇൻസോംനിയ എന്ന് പറയുന്ന ഉറക്കത്തിന്റെ സ്ലീപ്ലെസ്നെസ് പ്രോബ്ലം വരുന്നത്. ഒരുപാട് സമയം രാത്രി ഒരു 7 മണി 8 മണി കഴിഞ്ഞാൽ പരമാവധി കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന മൊബൈലിൽ അറ്റ്ലീസ്റ്റ് ആ മൊബൈലിൽ ഐ കംഫർട്ട് മോഡിലേക്ക് എന്നീ ചെയ്തിട്ട് കണ്ണിന്റെ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ എക്സസൈസ് ശ്രദ്ധിക്കുക, ഫുഡ് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഉപ്പ് പിക്കൽ എന്നുള്ള സംഭവങ്ങൾ വളരെയധികം കുറയ്ക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്താനുണ്ടോ? നമ്മൾ വെറുതെ ചുമ്മാ ഒരുപാട് ഹൈപ്പ് ചെയ്ത് ടിവിയിലോ ന്യൂസിലോ കണ്ടിട്ട് നമ്മൾ അത് കണ്ടിട്ട് അതിനൊപ്പം തന്നെ ചിന്തിച്ചു പോകുന്നതാണോ? അതിന്റെ ആവശ്യമുണ്ടോ? അത് നോക്കുക. പിന്നെ കോവിഡ് വന്ന് മാറിയവര് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. അബദ്ധം അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാതെ സർവൈവ് ചെയ്തവരാണ് കൂടുതൽ പേര്. അവരെ വിളിക്കൂ, അവർക്കും ഒരു ആശ്വാസമാണ്, നമ്മൾക്കും ഒരു ആശ്വാസമാണ്. വയ്യാന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കോവിഡ് സംസാരിക്കുന്നത് സുഖം കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പൊ എല്ലാവരുടെയും മാറുന്നുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ആശ്വാസവാക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുക്കൂ. അത് അവർക്ക് നമ്മൾ കൊടുക്കും തോറും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം വരുന്നുണ്ട്. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ 10 ഇരട്ടി നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം കിട്ടും. എന്റെ മാറി, എനിക്ക് പ്രശ്നമില്ല, ഐ ആം ഓക്കെ 10 തവണ 15 തവണ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ട്, ഒരു തെറ്റുമില്ല. യു ക്യാൻ. നിങ്ങൾ ഈ ഓരോരോ സിറ്റുവേഷനിൽ നിങ്ങൾ ഏത് രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഫുഡിന്റെ കാര്യത്തിലേക്ക് പറയാം. ഡേറ്റ്സോ എന്നുള്ള പാലിൽ കലക്കിയിട്ട് രാവിലെ ചായയോ കാപ്പിയോ അധികം കഴിക്കുന്നതിന് പകരം സാധിക്കുമെങ്കിൽ ഈ ഡേറ്റ്സോ ബദാം ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് അതിനൊന്ന് കുറിച്ച് രാവിലെ ഒന്ന് അടിച്ചിട്ട് പാലിൽ കുടിക്കുക. നല്ല ടേസ്റ്റുമാണ്, ബോഡിക്ക് വളരെ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യൂ. ഡ്രൈ ഫ്രൂട്ട്സ് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകണ്ട. എങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള നമ്മൾ ഈ എന്താ പറയാ അധിക എരിവും പുളിയും ഉപയോഗിച്ച് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാതെ അത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്തനിങ് ചെയ്യുന്നതിനുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾ ആർക്കെങ്കിലും കുട്ടികൾക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഡിപ്രഷൻ അങ്ങനെ വീട്ടിൽ ഇരുന്നോണ്ട് ഡിപ്രസ്ഡ് ആവണോ, ഏത് കാര്യങ്ങളും ഡിപ്രസ്ഡ് ആവണോ, ഉറക്കത്തിലാണോ പ്രശ്നം, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ആർക്കും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉള്ളവര് ചോദിക്കാം, ഒന്നും എഴുതി അല്ലെങ്കിൽ ഓൾസോ ഇട്ടിട്ടുണ്ട് ചാറ്റ്. മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ ഏത് തരത്തിലെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയൂ. രാഹുൽ കൊത്താരി, ഹായ്. ഡു യു ഹാവ് എനി പ്രോബ്ലം? എനിക്ക് രാഹുലിനെ
ഓക്കെ, അപ്പൊ ആർക്കും സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് എടുക്കാം. നമുക്ക് കിടക്കാം. ലക്ഷ്യമാണ് വേണ്ടത് അല്ലെ? ലക്ഷ്യമില്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം വേണം. ലക്ഷ്യം പോകുമ്പോഴാണ് നമ്മൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. കുട്ടികൾക്കും വേണം ലക്ഷ്യം. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ പലരും പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാറുണ്ട്, ഇന്നത് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ മക്കൾക്കും പ്ലാൻ ചെയ്യുക. അവർക്ക് അവരോട് തന്നെ ചോദിക്കുക, മോനെ മോളെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഇഷ്ടമുള്ളത് എന്തായാലും, പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും ചിലതിൽ. എന്തെങ്കിലും കുക്കിങ്ങിലാവട്ടെ, ചിലപ്പോൾ സ്റ്റിച്ചിങ്ങിലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നതായിട്ട്. നമ്മൾ മരത്തുനിന്ന് ഒരു ഓല, ഒരു സാധനം എടുത്തു കൊടുത്താൽ പോലും മതി, അവരതുകൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇന്ന് യൂട്യൂബിലെല്ലാം എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഓലപ്പന്ത്, ഓല കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം 5 പൈസ ചെലവില്ല. നമുക്ക് വീട്ടിൽ വലിയ കച്ചറ വരുമില്ല. We can show them lot of things. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൈസ ചെലവേ ഇല്ല. കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട്, അതിന് പ്രായമില്ല. ഇനി മണ്ണ് കിട്ടിയില്ല, നീ മൈദ, വൺ ഓഫ് ബെസ്റ്റ് മൈദയോ ഗോതമ്പോ എടുത്തിട്ട് നല്ല പോലെ കുഴച്ചങ്ങോട്ട് മക്കൾ ഏനി പ്രായം അവർക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പെയിന്റ് ചെയ്യട്ടെ. ഇറ്റ്സ് വെരി ഗുഡ് ക്രിയേറ്റീവ് നേച്ചർ. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിലൊക്കെ ചെറുപയറിന്റെ മണിയോ ഒക്കെ കൊണ്ട് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയുള്ള സാധനം ഉണ്ടാക്കിയിട്ട് let them post in their group with their friends. നമ്മൾ കൂടെ കുറച്ചു നേരം നിന്ന് ഒന്ന് ചിരിച്ചോണ്ടത് എൻജോയ് ചെയ്യാം. തെറ്റ് പറ്റാത്തവരാരുമില്ല. പാരന്റ്സിന് തെറ്റ് പറ്റും. നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. പാരന്റ്സും അല്ല, നമ്മളൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ മാക്സിമം നമുക്ക് നമ്മുടെ സന്തോഷം, നമ്മൾ വേറൊരാളുടെ മുഖത്ത് സന്തോഷം കാണാന്നുള്ളത് മാത്രമേ ഉള്ളൂ. So I think George Sebastian, I think got the answer, I hope. Okay, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കുഞ്ഞു ചോട്ടമോട്ട കാര്യങ്ങൾ ചെയ്യാം. ചില കുട്ടികൾക്ക് വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. വലിയ സാധനങ്ങളൊന്നും എടുത്തു കൊടുക്കണം. ഏറ്റവും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു പാർട്ട് കൊടുക്കുക, അതിന് എന്തെങ്കിലും ചെയ്തോളം പറയും. ഒരു കുഞ്ഞു ടോയ് വാങ്ങിയിട്ട് അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഇറ്റ്സ് ഓൾ സിമ്പിൾ. നമ്മൾ ആ രീതിയിൽ എടുക്കണം. ഈ ദൈവം ഇത് രാവിലെ ചെയ്യുന്ന എങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഇവിടെ എന്ത് മാനേജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം പോയി, കുട്ടിക്കും പോയി നമുക്കും പോയി. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. എനി മോർ ക്വസ്റ്റ്യൻസ്? മാമിന്റെ മാമിന്റെ നമ്പർ ഷെയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ. You have the number, right? Yeah, we will share it. Group is sharing. Okay, we will do that. Thank you. Any more questions, please? I think my time is over. 20 minutes. Yeah, thank you, ma'am. Okay. Thank you. Thank you. Thank you, everyone. Hi, ma'am. Yeah. Thank you. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. മാം പറഞ്ഞതുപോലെ റോബിൻ. Yeah, go ahead. Yeah. Okay. So വിജി മാം പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് നേരിടാം. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ സെയിം. അതേപോലെ മാം ആ ഉദ്ദേശിച്ച ക്രിയേറ്റീവ് അതേപോലെ ഒരു സംഭവമാണ് നമ്മുടെ നെക്സ്റ്റ് സെഷൻ, അപർണ എടുക്കുന്ന സെഷൻ. അതിലും ജങ്ക് മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഇതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. മാം പറഞ്ഞതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ താങ്ക് യു വിജി മാം ഫോർ സച്ച് ആൻ ഇൻഫർമേഷൻ ആൻഡ് മോട്ടിവേഷണൽ സെഷൻ. ആൻഡ് നെക്സ്റ്റ് ഐ വെൽക്കം അപർണ. അപർണയെ നിങ്ങൾക്ക് മേ ബി അറിയാവുന്നത് വേറൊരു പേരിലായിരിക്കും. ക്യുപ്പി എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ട് കേരളത്തിൽ ഇത്ര യങ് ഏജില് ഒരുപാട് ഫേമസ് ആയ ഒരു ആളാണ് അപർണ. ഞാൻ ആദ്യം അപർണയുടെ ഇത് കാണുന്നത് ശശി തരൂർ ഒരു
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ശശി തരൂറിന്റെ. മീറ്റ് ദ ഗേൾ ഹൂ ക്ലീൻഡ് അപ്പ് അഷ്ടമുടി ലേക്ക്. അഷ്ടമുടി ലേക്കിനെ ക്ലീൻ അപ്പ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം വില്ലേജേഴ്സ്. അവിടുത്തെ മൺറോത്തുരുത്തിലെ ഫെലോ വില്ലേജേഴ്സിന്റെ സഹായത്തോടെ അഷ്ടമുടി ലേക്കിനെ ക്ലീൻ ചെയ്ത് അതിൽ നിന്നും ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ഉണ്ടാക്കുന്ന ആളെന്ന നിലയ്ക്ക് അങ്ങനെയാണ് അപർണ വളരെ ഫെമിലിയർ ആയത് എല്ലാവരുടെ ഇടയിൽ. ആൻഡ് സോ നമുക്ക് ഭയങ്കര ഇതാണ് അപർണയെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് കിട്ടിയത്. ഐ ഹോപ്പ് നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അടുത്ത സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ രണ്ട് ക്രാഫ്റ്റ് വർക്ക് ആണ് ഞാൻ പറഞ്ഞ കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എല്ലാവരും റെഡി ആണോ? വീട്ടിലുള്ള സാധനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. റെഡി ആയിട്ടുള്ളവരൊന്ന് അത് വീഡിയോ ഓൺ ചെയ്യുക. നിങ്ങൾക്ക് അപർണയുടെ കൂടെ തന്നെ ചെയ്തു പോവാൻ പറ്റും. ആ സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് സോ ഓവർ ടു യു അപർണ. ഹലോ, കേക്കാവോ? കേക്കാമോ? എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മൈക്ക് എപ്പോഴും നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ തലയാട്ടി കാണിച്ചാലോ ചിരിച്ചാലോ ഒക്കെ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, മരിയ ജോയ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ധർമ്മരാജൻ ഇങ്ങനെ ചെറുതായിട്ട് ചിരിക്കണോ വേണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോ കിരൺ രാജ് ദേ ഇപ്പൊ ചിരിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ചിരി പൊട്ടി ചിരിച്ച് ഇങ്ങനെ വെച്ചൊക്കെ ചിരിച്ചു കണ്ടോ? അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെല്ലാരെയും. ഓക്കെ ഓക്കെ, അപ്പോ എന്താ പരിപാടി? ആരെങ്കിലും ഒരാള് ഹന്ന കേൾക്കുന്നുണ്ടോ? ഹന്ന കുപ്പിയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് പറയാവോ എന്താ പരിപാടിന്ന്? ആരെങ്കിലും ഒരാളെ? ധർമ്മരാജൻ. ഓക്കെ, ധർമ്മരാജനെ എനിക്ക് നന്നായിട്ട് ഓക്കെ. എന്താ പരിപാടി? എന്താ റെഡി ആണോ? ആണോ? ആഹാ, എല്ലാവരുടെയും കുപ്പിയുണ്ടോ? കുപ്പിയുള്ളവരൊന്ന് കൈ നോക്കിക്കേ. ഓക്കെ ഓക്കെ, എല്ലാവരുടെയും കുപ്പിയുണ്ട്. അപ്പൊ നമുക്ക് കുപ്പിക്ക് മുന്നേ വേറൊരു കുഞ്ഞു സാധനം നമുക്ക് ചെയ്യാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ കുറെ കുഞ്ഞു കുട്ടികളില്ലേ അല്ലേ? അപ്പൊ കുഞ്ഞു കുട്ടികളും ഉണ്ട്. അപ്പൊ അവരെയും കൂടി നോക്കണം. പിന്നെ നമുക്കിപ്പം ഈ അടുത്ത് ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ ഒക്കെ വരത്തില്ലേ? നമ്മുടെ വീട്ടിലുള്ള പേരൻസിന്റെ, നമ്മുടെ ബ്രദറിന്റെ, സിസ്റ്ററിന്റെ ഒക്കെ ബർത്ത്ഡേസ് വരും അല്ലേ? അപ്പൊ നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് വേണ്ട. അപ്പൊ സാധാരണ നമ്മൾ എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നേ? ഇങ്ങനെ ഒരു ബർത്ത്ഡേ കാർഡ് ഒക്കെ കൊടുക്കാറുണ്ടല്ലയോ അല്ലേ? അപ്പൊ എല്ലാരും തലയാട്ടൂ. എനിക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ മൈക്ക് ഓഫ് ചെയ്തേക്കല്ലേ. തലയാട്ടൂ. ജ്യോതിലക്ഷ്മി നന്നായിട്ട് തലയാട്ടൂ. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ പേരൻസിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ബ്രദറിനും സിസ്റ്ററിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ ഒരു കാർഡ് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന പേപ്പർ വെച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു കാർഡ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ക്രയോൺസും പേപ്പറും അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ക്രയോൺസും പേപ്പറും ധർമ്മരാജൻ അല്ല അർജുനോ അവൻ മാത്രല്ല ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെ പെട്ടെന്നൊന്ന് മൈക്ക് മാറ്റി അൺമ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോ ആദ്യം നമ്മളിതാ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കാർഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാർഡിന്റെ പ്രത്യേകത ഉണ്ടോ? ഒരു റെയിൻബോ ഉണ്ടല്ലേ? അല്ലേ? തലയാട്ടു. ഓക്കെ, അപ്പം ഒരു റെയിൻബോ കാർഡാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് അധികം സാധനങ്ങൾ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് പേപ്പറും പിന്നെ നമുക്കിടയിൽ കുറച്ച് ക്രയോൺസ് ഉണ്ടാവുമല്ലോ. ക്രയോൺസ് ഇല്ലേ? വാട്ടർ കളറോ പെയിന്റ് അടിക്കാനുള്ള എന്തേലും സൂത്രം മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പേപ്പർ ഉള്ളവരെല്ലാരും ഇപ്പൊ നമുക്ക് ഒന്നിച്ച് ചെയ്തു തുടങ്ങാം. ഞാനും ചെയ്തു വെച്ചിട്ടില്ല. നമുക്ക് ഒന്നിച്ച് തുടങ്ങാം. ഓക്കെ ഓക്കെ, തംസ് അപ്പ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്
നമ്മളൊരു റെയിൻബോ കാർഡാണ്. റെയിൻബോ കാർഡിന് ശേഷം നമുക്ക് കുപ്പി വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാരും ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ. എനിക്ക് ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം കണ്ടില്ല, എനിക്ക് വിഷമാവും. എനിക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്ന എനിക്കും സങ്കടമൊക്കെ വരും. എനിക്ക് പേടിയാ, ഇങ്ങനെ ഇരിക്കുന്നവരെ എനിക്ക് കാണുമ്പോ പേടി. ടീച്ചർമാരൊക്കെ ഒന്നും പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾക്ക് പേടി വരത്തില്ലേ? അതുപോലെ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അതെ, നമ്മള് ആദ്യം ഈ ഒരു റെയിൻബോ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, അതിനകത്ത് ആദ്യം കണ്ടോ ഒരു ബ്ലൂ കളറിലുള്ള ഒരു പേപ്പറിനകത്ത് അവർ ഒട്ടിച്ചു വെച്ചേക്കുന്നത് എന്തുവാ? ഈ ഒരു റെയിൻബോ കാർഡും റെയിൻബോയും ക്ലൗഡ്സും ഒക്കെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. റെയിൻബോ എന്തുവാന്ന് അറിയാവോ? അറിയാമെന്ന് പറയുന്ന എനിക്കിത് മനസ്സിലായി. റെയിൻബോ സാധാരണ എവിടെയാ കാണുന്നത്? ഭൂമിയിലാണോ ആകാശത്താണോ? ആകാശത്ത്, മുകളിൽ. അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ മതി. ഭൂമിയിലാണ് ഇങ്ങനെ, ആകാശത്താണ്. ആകാശം മുകളിലല്ലേ? അപ്പൊ നമുക്ക് ആകാശത്ത് കാണുന്ന റെയിൻബോയെ നമ്മൾ ഇതേണ്ടേ ഇങ്ങനെ തുറക്കുമ്പോ വിരിഞ്ഞു വരുന്ന രീതിയിൽ ആക്കാൻ പോവുക. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ട എന്തോന്ന് വെച്ചാൽ ഒരു പേപ്പർ വേണം. ഒരു പേപ്പർ ഏത് കളറോ ആയിക്കോട്ടെ. ഞാൻ എനിക്ക് നീല ഉള്ളത് കൊണ്ട് ഞാൻ നീല എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നീല കളർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വെള്ള കളറിലെ പേപ്പർ എടുത്താൽ മതി. ഓക്കെ, എനി കളർ. ബ്ലൂ ആണെങ്കിൽ സ്കൈ ബ്ലൂ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എടുത്തേക്കണേ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നീല പെയിന്റ് അടിച്ചു വെച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇത് നമ്മള് സ്കെയില് വെച്ച് അളക്കാൻ അറിയാവോ നിങ്ങൾക്ക്? അളക്കാൻ അറിയാമെങ്കിൽ തംസ് അപ്പ്, ഇല്ലെങ്കിൽ തംസ് ഡൗൺ. ഓക്കെ, സ്കെയിൽ വെച്ച് അളക്കാൻ അറിയാവല്ലോ എല്ലാവർക്കും? ഓക്കെ, തംസ് അപ്പ്. അപ്പൊ നമ്മള് ഇതിനകത്ത് 14 ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേ ഫുൾ പേപ്പർ ആൻഡ് ഫോൾഡ് ഇറ്റ് ഇൻ ടു ഹാഫ്. ദെൻ നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ആയിരിക്കണം. 14 എന്ന് പറഞ്ഞാൽ എത്രയാ? 14. ഓക്കെ, 14 സെന്റിമീറ്ററിൽ എടുക്കണം. ഓക്കെ, 14 സെന്റിമീറ്റർ എന്താ കണക്കെന്ന് അറിയാവോ? നമുക്ക് മഴവില്ലില് റെയിൻബോയില് എത്ര കളേഴ്സ് ഉണ്ട്? ഓക്കെ, ഇങ്ങനെ കാണിക്കൂ, വിരൽ വെച്ച് കാണിക്കൂ. റെയിൻബോയില് എത്ര കളേഴ്സ് ഉണ്ടെന്ന് വിരൽ വെച്ച് കാണിക്കൂ. ഓക്കെ, ജ്യോതിലക്ഷ്മിയുടെ അവിടെ ഒരു 7 കാണുന്നുണ്ട്. ആൻഡ് ഏഞ്ചൽ മരിയ ട്രൈ ചെയ്യാണ്. ഓക്കെ, 5, 7. യാ. ദെൻ കിരൺ രാജ്, എനിക്ക് കാണാൻ വയ്യ, മറ്റേ കൈ കൂടി കാണിക്കൂ ഇങ്ങോട്ട്. ഓക്കെ, കിരൺ രാജ് ഇപ്പൊ 7 എണ്ണിപ്പറക്കി എടുക്കും. ആൻഡ് അപ്പൊ എല്ലാവർക്കും അറിയാം 7 കളേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ 7 കളേഴ്സ് നമ്മൾ ഒരു പേപ്പറിൽ പെയിന്റ് അടിക്കാൻ പോവുക. ഓക്കെ, അപ്പൊ ഓരോ കളേഴ്സിനും 2 സെന്റിമീറ്റർ വെച്ച് നമ്മൾ പെയിന്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ 14 സെന്റിമീറ്റർ എടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ 14 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഇമ്മിണി കൂടെ കൂടുതൽ ഇട്ടോ. 14 സെന്റിമീറ്റർ ഒരു ഇമ്മിണി കൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അതായത് ഫോൾഡ് ചെയ്ത് വരുമ്പോ 14 സെന്റിമീറ്റർ ഉണ്ടാവും. കട്ട് ചെയ്തോ? ഓക്കെ, കുറച്ച് പേര് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ 14 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തു. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനകത്ത് പിടിപ്പിക്കേണ്ട കുറച്ച് ഡെക്കറേഷൻസ് ഇല്ലേ, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കത്തില്ലേ, ഇങ്ങനെ കുറെ ബോൾസും സീരിയൽ ബൾബും ഒക്കെ ഇട്ടിട്ട്, അതുപോലെ നമുക്ക് അതിനകത്തുള്ള ഡെക്കറേഷൻസ് ഒരുക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, ഈ ബ്ലൂ കളർ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ ഇനി ഒരു റെയിൻബോ ഇങ്ങനെ ഇരിക്കുന്ന നല്ല വിരിഞ്ഞു വരുന്ന റെയിൻബോയാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ റെയിൻബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പർ എടുക്കണം. ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. A4 സൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഷീറ്റ്, നോർമൽ പേപ്പർ, ബുക്കിലെ പേപ്പർ ആയാലും മതി. നമുക്ക് പെയിന്റ് അടിക്കണം. ഇല്ലായിരുന്നു നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കായിരുന്നു. ഇല്ലേ നമ്മൾ എനി പേപ്പർ, എനി വൈറ്റ് പേപ്പർ. ഓക്കെ, വൈറ്റ് പേപ്പർ. എന്നിട്ട് അതിനെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് സാധാരണ പേപ്പർ ഇരിക്കുന്നത്, ഇങ്ങനെ ആക്കും. ഓക്കെ, ഇതിന്റെ ലെങ്ത് കൂടിയ ഏരിയ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് അതിന് ഈ ലെങ്ത് കൂടിയ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 14 സെന്റിമീറ്റർ, അതായത് നമ്മൾ ഇതിന്റെ ഉള്ളിലാക്കാൻ പോവുക. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഈ റെയിൻബോയെ നമ്മൾ ഈ ഒരു ബ്ലൂ പേപ്പറിനകത്താക്കാൻ പോവുക. ബ്ലൂ പേപ്പർ നേരത്തെ ഒരു 14 സെന്റിമീറ്റർ അല്ലേ ഇങ്ങനെ കട്ട് ചെയ്തത്, അതുപോലെ നമ്മൾ ഇവിടെയും ഒരു 14 സെന്റിമീറ്റർ അളന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണം.
14 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക ആൻഡ് കട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ, ഒന്ന് നോക്കിക്കോണേ. പേപ്പർ ഇങ്ങനെ വെച്ചു. പേപ്പർ തറയിൽ നമ്മൾ പ്ലേസ് ചെയ്ത്, തറയിലോ ടേബിളിന്റെ പുറത്തോ എവിടാന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യുക. ആൻഡ് സ്കെയിൽ ഇതേണ്ട സ്കെയിലിന്റെ 0 എന്ന് പറഞ്ഞേക്കണ പോയിന്റ് നമ്മൾ ഇതേ മുകളിൽ മാർക്ക് ചെയ്തു. മുകളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ 1 2 3 4 5 6 7 10 ആൻഡ് 14 വന്നപ്പോ നമ്മൾ നിന്നു. ആൻഡ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി പേപ്പർ സ്കെയിലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കൂടെ ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എങ്ങനെ വെച്ച് വരയ്ക്കുന്നത്, നിങ്ങൾ ടേബിളിന്റെ മുകളിലൊക്കെ വെച്ച് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം. ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഒരു ലൈൻ കൊടുക്കണം. ഓക്കെ, ഓൾ ഗുഡ്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ മിടുക്കന്മാരാണല്ലോ. ഇങ്ങനെ വേണം കേട്ടോ എപ്പോഴും. നമുക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങള്, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങള് ആരായാലും എന്തുവായാലും എപ്പോഴായാലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പൊക്കണം. ഓക്കെ, നിങ്ങൾ മിടുക്കന്മാരാണ്. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുവാണ്, പക്ഷെ എന്നാലും നിങ്ങൾ ചോദിച്ചു. അടിപൊളി. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മള് പേപ്പർ ഇങ്ങനെ ഇരിക്കുന്ന പേപ്പർ, അതായത് ലെങ്ത് കൂടിയ ഭാഗം നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മള് അതിനകത്ത് ഒരു 14 സെന്റിമീറ്റർ 14 സെന്റിമീറ്റർ നമ്മൾ എടുക്കാൻ പോവുക. ഇതിന്റെ മുകളിൽ നിന്ന് 0 എടുത്തു. ആൻഡ് 0 കൗണ്ട് ചെയ്ത് 14 സെന്റിമീറ്റർ നമ്മൾ താഴെ എത്തി. ഓക്കെ, ഇവിടെ 0 കണ്ടോ, ഇവിടെ 0 ആൻഡ് 14 കാണുന്നുണ്ടോ? ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ആ 14 സെന്റിമീറ്ററിൽ കൂടെ നമ്മൾ ഒരു ലൈൻ ഇടുകയാണ്. അതായത് നമുക്ക് ഇതിനെ കട്ട് ചെയ്യണം. 14 സെന്റിമീറ്റർ പോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക്. മനസ്സിലായോ? ഈ ലെങ്ത് എല്ലാം 14 ആയിരിക്കണം. ഇങ്ങനെ എടുക്കുമ്പോ 14 വരാൻ പാടുള്ളൂ. ഓക്കെ, 14. ഓക്കെ, ദെൻ നമുക്ക് ഈ 14 സെന്റിമീറ്ററിനെ ഇനി ഈ സ്കെയിലും പെൻസിലും വെച്ച് വരയിടാനുള്ളതൊക്കെ ഇനിയും ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാ. എല്ലാരും ഒന്ന് ഉഷാറായിട്ട് നിന്നേ, ഒന്ന് ഉഷാറായിക്കേ. എല്ലാരും ഇങ്ങനെ കോവിഡ് ആണ് അപ്പൊ സ്കൂളിൽ പോവണ്ട, ഇങ്ങനെ മടി പിടിച്ചങ്ങ് ഇരിക്കുവാ. എല്ലാരും ഒന്ന് ഉഷാറായിക്കേ. എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര കിടുങ്ങലും പനിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടോ ഫുൾ കൈ ഉടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നേ, തണുപ്പൊന്നും കൊള്ളാതിരിക്കാന്. ഭയങ്കര തണുപ്പ്. അപ്പൊ ഞാനല്ല ഇങ്ങനെ ഇരിക്കണ്ടേ, അപ്പൊ നിങ്ങളല്ല ഉഷാറായിക്ക്. അപ്പൊ നമ്മള് വേണ്ട 14 സെന്റിമീറ്ററിലുള്ള ഒരു പേപ്പർ, നമ്മൾ 14 സെന്റിമീറ്റർ ഇങ്ങനെയാണേ, ഇങ്ങനെ 14 സെന്റിമീറ്ററിലുള്ള ഒരു പേപ്പർ നമ്മൾ വേണ്ട കട്ട് ചെയ്യാൻ പോവാ. സിസേഴ്സ് ഉണ്ടോ? സിസേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഫോൾഡ് ചെയ്തതായി നമ്മൾ ഇങ്ങനെ ഞുള്ളത്തില്ലേ, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഞുള്ളിക്കിരിക്കത്തില്ലേ, അതുപോലെ പേപ്പറിനെ ഇങ്ങനെ ഞുള്ളിയിട്ട് ആ ലൈൻ ഫോൾഡ് ചെയ്ത ലൈൻസിൽ ഇങ്ങനെ അങ്ങ് ആക്കുക. അപ്പൊ ഒരു ലൈൻ വീഴും, ഒരു മാർക്ക് വീഴും. ഓക്കെ, അതില് കൂടെ നമുക്ക് ഇങ്ങനെ ആയാലും കീറി എടുക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി ഫാഷൻ ഒക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പേപ്പറൊക്കെ അല്ല സിസേഴ്സ് ഒക്കെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, സിസേഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ നല്ല ഞുള്ളിക്കിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക ആൻഡ് ഓപ്പൺ ചെയ്യുക. പതുക്കെ ഇങ്ങനെ കീറി എടുക്കുക. ഇങ്ങനെ കീറാൻ പാടാണെങ്കിൽ നിങ്ങൾ തറയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ കീറി വരും. ഓൾ ഗുഡ്? ഓക്കെ. ഇനി അടുത്തത് നമ്മളിപ്പോ 14 സെന്റിമീറ്ററിലുള്ള ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ഇതിനകത്തേക്ക് കളേഴ്സ് കൊടുക്കാൻ പോവുക. കളേഴ്സ് എന്തിന്റെ കളറാ നമ്മൾ കൊടുക്കാൻ പോകുന്നേ? എന്തിന്റെ കളേഴ്സ് നമ്മൾ കൊടുക്കാൻ പോകുന്നേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ.
ആ മഴവില്ലിന്റെ റെയിൻബോയുടെ കളേഴ്സ്. അതെ, റെയിൻബോ ഇരിക്കുന്ന കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മഴ കഴിയുമ്പോഴത്തേക്ക് ആകാശത്ത് നോക്കിക്കുമ്പം റെയിൻബോ കാണാൻ പറ്റും. അപ്പൊ ആ റെയിൻബോയാണ് നമ്മളിപ്പോ പേപ്പർ ആക്കാൻ പോകുന്നത്. അപ്പൊ റെയിൻബോ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൻബോയ്ക്ക് എത്ര കളേഴ്സ് ഉണ്ട്? നേരത്തെ പറഞ്ഞ പോലെ എത്ര കളേഴ്സ് ഉണ്ട്? 7. മിടുക്കി. 7. 7 കളേഴ്സ് അല്ലെങ്കിൽ 7 കളേഴ്സ് ഉണ്ട്, 7 നിറങ്ങളുണ്ട് അല്ലെ? അപ്പൊ 7 നിറങ്ങളെ നമുക്ക് ഈ ഇതിനകത്തോട്ട് വരയ്ക്കണം, എന്നാലല്ലേ നമുക്ക് അതിനെ അകത്താക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ആക്കി വെക്കാനായിട്ട് 7 കളേഴ്സ് പെയിന്റ് അടിക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ഞാൻ ഓൾറെഡി ഞാനൊന്ന് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഈ 7 കളേഴ്സ് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത 14 സെന്റിമീറ്ററിൽ വരയ്ക്കാൻ പോവുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? തംസ് അപ്പ്. ഓക്കെ, ഡൺ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഇനി ഇങ്ങനെയാണ് ഈ പേപ്പറിനകത്ത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ 7 കളേഴ്സ്. അപ്പൊ നോക്കിക്കേ, നിങ്ങളുടെ കളേഴ്സ് ആദ്യം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോണം കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ക്രയോൺസ് എടുത്തോണ്ട് വരാൻ പറ. അല്ലെ കളേഴ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നായാലും ഇപ്പൊ കണ്ടിരുന്നിട്ട് പിന്നായാലും മതി. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ വേണ്ട 14 സെന്റിമീറ്ററിൽ നമ്മൾ വരച്ചു വെച്ചു, മുറിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? 14 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു പേപ്പർ മുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മൾ 7 ലൈൻസ് കൊടുക്കണം. കണ്ടോ? 7 ലൈൻസ് കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ഒന്ന് പറയുക, 14 സെന്റിമീറ്റർ ഞങ്ങൾ മുറിച്ചു വെച്ചിട്ടുണ്ട്, 2ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് തരുമോന്നോ? അല്ലെ നിങ്ങൾക്ക് 2ന്റെ മൾട്ടിപ്പിൾ അറിയാമെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ അറിയോ? 2ന്റെ ഗുണനം അറിയോ? അറിയാമെങ്കിൽ ഇത് കാണിക്കൂ, അറിയില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. അറിയില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു തരാം കേട്ടോ. അപ്പം ആദ്യം നമ്മള് പേപ്പറിന്റെ ഇവിടെ എടുക്കുക ആൻഡ് 2 മാർക്ക് ചെയ്യുക, then 4 മാർക്ക് ചെയ്യുക, then 6 മാർക്ക് ചെയ്യുക. നിഷാദ് അലിയാർ എന്ന് പറയുന്ന, ഓക്കെ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ 14 ഉള്ളതിനകത്ത് നമ്മൾ 2 മാർക്ക് ചെയ്യുക, then 4 മാർക്ക് ചെയ്യുക, then 6 മാർക്ക് ചെയ്യുക, then 8 മാർക്ക് ചെയ്യുക, then 10 മാർക്ക് ചെയ്യുക, 12 and 14. ഓക്കെ, 14 ഓൾറെഡി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തോ? അല്ലെങ്കിൽ ചുമ്മാ 7 ലൈൻസ് ഇങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ 7 ലൈൻസ്, 1 ലൈൻ, 2nd ലൈൻ, 3rd ലൈൻ, 4th ലൈൻ, അങ്ങനെ 7 ലൈൻസ് മാർക്ക് ചെയ്താലും മതി. ഓക്കെ, ചെയ്യാനുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പൊ നമ്മൾ 7 ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 7 ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇതിനകത്തോട്ട് പെയിന്റ് അടിക്കാൻ പോവുക. ഓക്കെ, ലൈക്ക് ദിസ് 7 കളേഴ്സ് നമ്മൾ പെയിന്റ് അടിക്കാൻ പോവുക. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ നമ്മള് മഴവില്ലിന്റെ 7 കളേഴ്സിനെ പറ്റി പഠിക്കാൻ പോവാണേ. അപ്പൊ ആദ്യത്തെ കളറാണ് എന്ത്? വയലറ്റ്. വിബ്ജിയോർ എന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ മഴവില്ലിന് എന്താ പറയാ? മഴവില്ലിന് മഴവില്ല് റെയിൻബോ ആൻഡ് അതിനകത്ത് 7 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ 7 കളേഴ്സിനെ എല്ലാം എടുത്തിട്ട് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് അതൊക്കെ പോട്ടെ. മുന്തിരിങ്ങയുടെ കളർ അറിയാവോ? മുന്തിരിങ്ങയുടെ കളറ് നല്ല ചുമന്ന മുന്തിരിങ്ങ നമ്മൾ പറഞ്ഞില്ല, കറുത്ത മുന്തിരിങ്ങ. അത് ശരിക്കും കറുപ്പുമല്ല, അത് ശരിക്കും ചുമപ്പുമല്ല, പക്ഷെ അതിനൊരു പ്രത്യേക കളറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ മുന്തിരിങ്ങയുടെ കളർ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഏറ്റവും അടിയിൽ അടിക്കുക. മുന്തിരിങ്ങയുടെ കളർ ഉണ്ടോ? വയലറ്റ് എന്ന് പറയും, വയലറ്റ്.
വയലറ്റ് അറിയാവോ? അറിയാം. വയലറ്റ് കളർ എടുത്ത് താഴെ അങ്ങോട്ട് അടിച്ചു വെക്കുക. ഒരു സൈഡിൽ നിന്ന് നമുക്ക് 7 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു താഴേന്ന് തുടങ്ങണം. ഞാനും ചെയ്യുവാണ് കേട്ടോ നിങ്ങളുടെ കൂടെ തന്നെ. കണ്ടോ? നിങ്ങൾ ആരായാലും എന്നെ മുന്നേ തോപ്പിക്കുവാണെങ്കിൽ പറയണേ പെട്ടെന്ന്. ആ ലൈനിൽ തന്നെ നിൽക്കാൻ നോക്കണം കേട്ടോ. ഇപ്പൊ ഇച്ചിരി തെറ്റിപ്പോയാലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് ബോറടിക്കും എന്ന് തോന്നുമ്പം അങ്ങ് ഒന്നുകൂടി ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് അടുത്ത അമ്മയുടെ ആണോ അച്ഛന്റെ ആണോ അടുത്തുള്ള ഫ്രണ്ട്സിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സിന്റെ ആണെങ്കിലോ ഒക്കെ ബർത്ത്ഡേക്ക് നമുക്ക് ഇതുപോലൊരു കാർഡ് ഉണ്ടാക്കി നമ്മുടെ ഷോക്കേസിൽ ഇങ്ങനെ വെക്കണം. അല്ലെ നമ്മുടെ മുറിമേൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം നമ്മുടെ റെയിൻബോ കാർഡ്. അങ്ങനെ വേണ്ടേ? ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. തംസ് അപ്പ് ഓർ തംസ് ഡൗൺ ചെയ്തിട്ടുണ്ടോ? വിഷ്ണു ഉണ്ണി, വിഷ്ണു ഉണ്ണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ് ഗുഡ്, അടിപൊളി. അപ്പൊ നമുക്ക് ഇനി അടുത്ത കളറ് വയലറ്റ് വയലറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കളറാണ് ഇൻഡിഗോ. ഇൻഡിഗോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിഗോ. മഴവില്ലിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ ആയാലും മതി. ഇൻഡിഗോ കളേഴ്സ് എല്ലാവരുടെയും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ സമയം കഴിയും. വേഗം വേഗം ഓടി ഓടി ചെയ്യണം. നമുക്ക് വേറൊരു സാധനം കൂടി, നമ്മൾ കുപ്പിയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ചെയ്താലേ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫാസ്റ്റ്. ഓക്കെ, സോ ഞാൻ ഇൻഡിഗോ കഴിഞ്ഞു. ബ്ലൂ എടുത്തോ? ഓ മൈ ഗോഡ്. അയ്യോ, അപ്പൊ നിങ്ങൾ എന്നെ തോപ്പിക്കാൻ പോവാണോ? അയ്യോ, എന്നെയും കൂടി വെയിറ്റ് ചെയ്യണേ. എനിക്കും കൂടി പെയിന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഞാൻ ബ്ലൂ കൊടുക്കാൻ പോവാണേ. ബ്ലൂ കളർ. ഡാർക്ക് ബ്ലൂ നമ്മൾ ഇൻഡിഗോയ്ക്ക് എടുത്തെങ്കിൽ ലൈറ്റ് ബ്ലൂ കൊടുത്താൽ മതി കേട്ടോ. ആകാശത്തിന്റെ കളറൊക്കെ ഇല്ലേ, ആകാശ നീല എന്നൊക്കെ പറയണ, അതായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലൂ കളർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? ഇതുമായിട്ടുള്ള ഇതുപോലെ തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു കളർ അങ്ങ് കൊടുത്താൽ മതി. നമുക്ക് അതിനെ ബ്ലൂ എന്ന് അങ്ങ് വിളിക്കാം. അടുത്ത ബ്ലൂ വരക്കുന്ന ഈ ബ്ലൂ വരെ ആരാ ഇത് എന്നെ തോപ്പിക്കാനായിട്ട് അവിടെ പ്ലാൻ ഇടുന്നത്? ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, എന്നെ തോപ്പിക്കാനായിട്ട് പ്ലാൻ ഇടുന്നത്. ഞാൻ മൂന്ന് കളർ. ഓക്കെ, ഞാനിനി ഗ്രീൻ പോവാണേ. ഗ്രീൻ. കാണിക്കാൻ പറ ടീച്ചർ കാണിച്ചിട്ട് ഗ്രീൻ. ഗ്രീൻ ഗ്രീൻ വരയ്ക്ക്. പച്ച കളർ. പച്ചയാണ് ഗ്രീൻ എന്ന് പറയണത്. പച്ച കളർ. മൊത്തം വരയ്ക്കും. ഇവിടെയൊക്കെ വരയിലൊക്കെ കാണരുത്. അത് നമുക്ക് പിന്നെ ആയാലും ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. നിങ്ങൾ പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതി. ദെൻ 3-4 കളേഴ്സ് ആയി. ആൻഡ് അടുത്തത് യെല്ലോ. യെല്ലോ എടുക്കുക. യെല്ലോ വരക്കണം. അങ്ങനെ ശീലിക്കണം.
അയ്യോ നിങ്ങൾ എന്നെ തോപ്പിക്കില്ലേ, ഇടയ്ക്ക് ഞാനൊന്ന് പോയേ. ഓക്കെ ടീച്ചറിന് ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് യൂട്യൂബില് ചാനൽ ഉണ്ട് കേട്ടോ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാവോ, മറ്റേ വീഡിയോ ഒക്കെ വരുന്ന പരിപാടി യൂട്യൂബ്. എനിക്ക് യൂട്യൂബില് ചേച്ചി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാ മതി. ഓക്കെ ദെൻ ഇപ്പൊ എന്താ നോക്കിക്കേ, ഇപ്പൊ എത്ര കളേഴ്സ് ആയി? 1 2 3 4 and 5. ഫിഫ്ത്ത് കളർ ആണ് യെല്ലോ. ദെൻ നെക്സ്റ്റ് കളർ ഏതാ? ഓറഞ്ച്. ഏതാ? ഓറഞ്ച് ഒക്കെ കഴിഞ്ഞോ? ദൈവമേ, ഈ പിള്ളേര് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. എക്സ്പ്രസ് പിള്ളേരാണല്ലോ, എക്സ്പ്രസിനെ പോലെ ഓടുന്ന പിള്ളേരാണല്ലോ. കഴിഞ്ഞോ? അയ്യോ എന്നെ തോപ്പിച്ചു. ദൈവമേ, എനിക്കിനി റെഡും ഉണ്ടല്ലോ. ദൈവമേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ പ്ലീസ്. അതിന് മുകളിൽ റെഡ് വരച്ചോ. ശരിക്കും വരയ്ക്ക്. മതി, റെഡ് വരച്ചോ. ഇവിടെയൊക്കെ ശരിക്കും കൊള്ളിക്ക് ഓറഞ്ച്. അയ്യോ നിങ്ങൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി എല്ലാ കളറും പെട്ടെന്ന് തീർക്കരുത്. നന്നായിട്ട് ചെയ്യണം, കാരണം എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ സമയം കിട്ടുള്ളൂ. റെഡ് വരക്കൂടാ. റെഡ് വെച്ച് ഫിനിഷ് ചെയ്യാൻ പോവാണ്. റെഡോട് കൂടി ഫിനിഷ് ആകും. മഞ്ഞ, ഓറഞ്ച്, പിന്നെ റെഡ്, അങ്ങനെ 3 കളേഴ്സ് വേണം. ബിബ്ജിയോർ എന്നാണ് നമ്മൾ പറയുന്നത്, ബിബ്ജിയോർ. അപ്പം നമ്മള് വയലറ്റ്, ഇൻഡിഗോ, അങ്ങനെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെയൊക്കെ പറയണേ. നമുക്കിപ്പോ സമയം ഇല്ലാത്തത് കൊണ്ടാ. അല്ലായിരുന്നു ചേച്ചി നന്നായിട്ട് നിങ്ങളെ ബിബ്ജിയോർ ഒക്കെ പഠിപ്പിച്ച് നിങ്ങളെ മഴവില്ലി ഇരുത്തിയേനെ ഇപ്പൊ. ഒരു ഫ്ലാഗ് പോലെ ഉണ്ടല്ലേ ഇത്. ഇവിടെ ഒരു സ്റ്റിക്ക് കൊടുത്താല് ഫ്ലാഗ് പോലെ. ഓൾ ഗുഡ്. ചെയ്തവർ ഇങ്ങനെ ചെയ്തേ, ഇങ്ങനെ പിടിച്ചേ. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. നമ്മള് ഇപ്പൊ എല്ലാരെയും ഒന്ന് മൈൻഡ് ചെയ്യാതെ നെക്സ്റ്റ് കാണിക്കാൻ പോവുകയാണേ. അഥവാ ആരെങ്കിലും പതുക്കെ ഇപ്പം ഇവിടെ ഇൻഡിഗോ വരൊക്കെ ആയോളെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പിന്നെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ സ്മിത മാമിനോട് പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ അയച്ചു തരും കേട്ടോ. ഓക്കെ ഡൺ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമ്മള് ഈ ഒരു ബ്ലൂ പേപ്പർ ഇല്ലേ, നമ്മൾ ആദ്യം 14 സെന്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ബ്ലൂ പേപ്പർ, അതിലേക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യണം. ലൈക്ക് ദിസ്. ഇങ്ങനെ തുറന്നു വരുമ്പം ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ആഡ് ചെയ്യണം. ഓക്കെ സോ ഞങ്ങളുടെ നെറ്റ് പോയത് കാരണം ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അയ്യോ, കിരൺ രാജിന്റെ നെറ്റ് ആണോ പോയത്? സാരമില്ല കിരൺ, നമ്മൾ ഈ സെഷനൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും റെക്കോർഡിങ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാം. ടീച്ചറെ ഞങ്ങൾക്കും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. സാരമില്ല, നമുക്ക് യൂട്യൂബില് സ്മിത മാം അപ്ലോഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, യൂട്യൂബിൽ എന്താ അടിച്ചു കൊടുക്കണ്ടേ? അത് ടീച്ചർ പിന്നെ പറഞ്ഞുതരാം.
ഞാൻ സെഷൻ ലിങ്ക് കഴിഞ്ഞിട്ട് അയച്ചുതരും കേട്ടോ. ലിങ്ക് അയച്ചുതരാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ലിങ്ക് അയച്ചുതരും. ഓക്കെ, എല്ലാം അയച്ചോളാം. ബാക്ക് ടു റെയിൻബോ. ഓക്കെ, ഇനി പണ്ട് നമ്മള് വിഷറി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? വിഷറി ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ 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 മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി, അറിയാവോ? നേരത്തെ ആരോ ഇവിടെ ചെയ്തു, റെഡ് ടീഷർട്ട് ഇട്ട് ആരോ ഇവിടെ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ ആക്കുന്നത് ടീച്ചർ കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ വിബ്ജിയോ, നമ്മുടെ കളർ അടിച്ച പേപ്പർ ഇതേ നമ്മള് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഓൾ ഗുഡ്, തംസ് അപ്പ്. ഓ, ജ്യോതിലക്ഷ്മി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ ചേച്ചിയെ ശല്യപ്പെടുത്താൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിത് ഫോൾഡ് ചെയ്യാൻ പോവാണേ. ഫോൾഡ് ചെയ്യാണേ. വേണ്ടേ, ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, കാണുന്നുണ്ടോ? ആൻഡ് ദെൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്തു. പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തോ. ആരുടെയോ മൈക്ക് ഓൺ ആണേ. മൈക്ക് എല്ലാരും ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. സിക്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. പണ്ട് നമ്മൾ വിഷറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഫോൾഡ് ചെയ്തോ. ഫോൾഡ് ചെയ്ത് മടക്കി മടക്കി വരുമ്പോ ഇത്രയും കുഞ്ഞൊരു സാധനമാവും. ആഹാ, രോഹിത് സുര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രോഹിത് ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ഗുഡ്, ക്ലാപ്പ്. ഓക്കെ, എനിക്ക് ബാക്കി ആരെയും കാണാൻ പറ്റുന്നില്ല. അവന്തിക സെറ്റ് ആയിട്ടുണ്ട്. അവന്തികയ്ക്ക് എന്തോ മിണ്ടാൻ ഒരു വിഷമാന്ന് തോന്നുന്നു. ശ്രുതി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ആയി വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇതിനെ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച ഇതിനകത്തോട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാ. ഓക്കെ, നമ്മൾ റെയിൻബോയെ ഇതിനകത്തോട്ട്, നമ്മുടെ കാർഡിനകത്തോട്ട് നമ്മുടെ റെയിൻബോ ആക്കാൻ പോവാ. ഓക്കെ, അപ്പൊ അതിന് നമ്മള് എങ്ങനെയാ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാല്, റെയിൻബോ കാണുമ്പോ അതിന്റെ ഏറ്റവും, നമ്മൾ ആകാശത്ത് കാണുമ്പോ ഏറ്റവും മുകളിൽ കാണുന്ന കളറാണ് റെഡ്. ഓക്കെ, അപ്പൊ റെഡ് മുകളിലും വയലറ്റ് താഴെ വരുന്ന രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഓക്കെ, റെഡ് മുകളിലും വയലറ്റ് താഴെയും, കാരണം ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോണത്. സോ അപ്പോ ഓക്കെ ആണല്ലോ. ഇനി നമ്മള് എല്ലായിടത്തും അല്ല, ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗം, അതായത് ഈ ഫോൾഡ് ചെയ്തതിന്റെ ഏറ്റവും അറ്റത്തെ ലെയർ, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ തേക്കുക. അതുപോലെ തന്നെ ദേ ഇവിടെയും ഒരു ഗ്ലൂ തേക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തും ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇവിടെയും ഗ്ലൂ തേച്ചിട്ടുണ്ട്, ഇവിടെയും ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി സ്പീഡിലാണ് പറയുന്നത്, അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൂടുതൽ വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ദേ ഒരു കാർഡിന്റെ കുറച്ച് മുകളിലായിട്ട്, ഒത്തിരി മുകളിലല്ല ഒത്തിരി താഴെയല്ല, അതിന്റെ ഇടയ്ക്കായിട്ട് ദേ ഇങ്ങനെ നമ്മൾ വെക്കുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് സ്റ്റിക്ക് ഒന്ന് ഇതിനകത്തോട്ട് ആക്കിയിട്ട് അങ്ങ് പ്രസ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് ഇതുണ്ട് കേട്ടോ, നന്നായിട്ട് പ്രസ് ചെയ്യുക.
ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്ലൂ കളർ പേപ്പർ ആകുന്ന നമ്മുടെ ബ്ലൂ കളർ ആകാശത്തിൽ നമ്മുടെ റെയിൻബോ കാർഡ് ദേ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ബ്ലൂ കളർ സ്കൈക്കകത്ത് റെയിൻബോ ഇരിക്കുന്ന കണ്ടോ? എല്ലാവർക്കും അങ്ങനെ ഇരുന്നോ? ചിലരുടെ സ്കൈ ഒക്കെ റെഡ് ആണ്, യെല്ലോ ആണ്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമ്മൾ കാർഡിനുള്ളിൽ റെയിൻബോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ്സ് ആഡ് ചെയ്യണ്ടേ. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? മേഘം. മേഘം കണ്ടിട്ടുണ്ടോ? മേഘം കണ്ടിട്ടുണ്ട്. അപ്പൊ മേഘം എങ്ങനെയായിരിക്കുന്നേ? ഇതുപോലെ ആയിരിക്കുന്നത് അല്ലെ? മേഘം ഇങ്ങനെയല്ല ഇരിക്കണേ, ഇങ്ങനെ 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 ഒരു മരത്തിന്റെ മുകളിൽ ഇല ഇരിക്കുന്ന പോലെയൊക്കെ അല്ലേ മേഘം നിൽക്കുന്നത്? നോക്കിക്കേ, ഇതല്ലേ മേഘം? ആണോ? ഓക്കെ, അപ്പൊ മേഘം വരയ്ക്കാനുള്ള ഒരു ഈസി സൂപ്പർ ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾക്ക് സി എന്ന് പറയുന്ന ആൽഫബറ്റ് അറിയോ? ABCD സി അറിയാവോ? yes or no? അറിയാം. ഓക്കെ, അപ്പൊ സി എങ്ങനെയാ? അപ്പൊ നമ്മള് മേഘം വരയ്ക്കാൻ പോവുക വിത്ത് ദ ലെറ്റർ സി. ഓക്കെ, അപ്പൊ അതേണ്ടേ ഒരു സി എഴുതി. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മള് ഞാൻ ഈ പേപ്പർ ഒന്ന് മടക്കിക്കോട്ടെ. ഓക്കെ, സി എഴുതി. ഇനി ഞാന് ഇപ്പം ഇങ്ങനെ വെച്ചാണ് ഞാൻ സി എഴുതിയത്. ആൻഡ് ഇനി ഞാൻ ഈ പേപ്പറിനെ ഒന്ന് ചരിച്ചിട്ട് ഒരു സിയും കൂടെ എഴുതാൻ പോവുക. വേണ്ടേ? എന്നിട്ട് ഈ സീനെ ഇവിടെ കൊണ്ട് മുട്ടിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇപ്പൊ കുറച്ചുകൂടി കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ പേപ്പറിനെ ഇങ്ങനെ തിരിച്ചിട്ട് വീണ്ടും ഒരു സി എഴുതുക. കണ്ടോ? സി. ആൻഡ് പേപ്പറിനെ പിന്നെ മടക്കിയിട്ട് പിന്നെ ഒരു സി എഴുതി. ഓക്കെ, ക്യാമറ ഇച്ചിരി കൂടെ ഒന്ന് നീക്കി വെക്കണേ, വരയ്ക്കുന്നതല്ല കാണുന്നത്. ഇപ്പോഴോ? ഒരു സ്വല്പം കൂടെ. ഇപ്പോഴോ? സ്വല്പം കൂടെ നീക്കിയാൽ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട്. യെസ്, ഇപ്പൊ കാണാം അല്ലേ? ഓക്കെ, ആൻഡ് നമ്മൾ പേപ്പർ ഇങ്ങനെ കറക്കി കറക്കി കൊടുത്ത് ഓരോ സീകൾ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. കണ്ടോ? പേപ്പർ ഞാൻ ഇങ്ങനെ കറക്കുന്നുണ്ട്. ആൻഡ് അവസാനത്തെ ഒരു ബിഗ് സീൽ ഞാൻ ഇങ്ങനെ അങ്ങ് മേഘമാക്കി. കണ്ടോ? മേഘം പോലെ ആയില്ലേ? നമ്മൾ മേഘമാണോ വരച്ചത്? മേഘമല്ല നമ്മൾ വരച്ചത്. നമ്മൾ കുറെ സി വരച്ചപ്പോ ഒരു മേഘം കിട്ടി. കണ്ടോ? അങ്ങനെ ഞാൻ കുറെ സി അങ്ങനെ പേപ്പർ കറക്കി തിരിച്ച് സി വരച്ചു വെച്ചു. ആൻഡ് ഞാന് ഈ സിയെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അല്ലെ? ഈ ഒരു മേഘത്തിനെ, ഇതിനകത്തിരുന്ന മേഘം അല്ലേ, അതിനെ ഞാൻ സിസേഴ്സ് വെച്ചിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് ഇങ്ങനെ കിട്ടി. ഒരു മേഘം മതിയോ? നമുക്കിപ്പം സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു മേഘത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു മേഘം നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടതില് മേഘത്തിന് കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്. കണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കും കൊടുക്കാം. മേഘത്തിന് കണ്ണും മൂക്കും, ചിരിക്കുന്ന മേഘം തന്നെ ആയിക്കോട്ടെ. അപ്പൊ മേഘം നമ്മൾ വരച്ചു. മേഘം നമ്മൾ ഇങ്ങനെ എടുത്തു. ആൻഡ് ടീച്ചർ കണ്ണും മൂക്കും കണ്ണും മൂക്കും വരയ്ക്കാൻ പോവാണേ. ഇങ്ങനെ വരയ്ക്കുന്നോണ്ട് ഇനി കണ്ണായിട്ട് മൂക്കായിട്ട് വന്നില്ലേ നിങ്ങൾ ആരും എന്നെ തല്ലരുത് കേട്ടോ. ജ്യോതിലക്ഷ്മി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണല്ലോ എന്തേ? ഓക്കെ, അപ്പൊ നമ്മള് ഒരു കണ്ണ് വരച്ചു. മേഘത്തിന് അടുത്ത കണ്ണ് വരച്ചു. കണ്ണായോ? ഹായ്, മേഘത്തിന് കണ്ണുണ്ടല്ലേ? അപ്പം ചിരിക്കുന്ന മേഘം വേണോ കരയുന്ന മേഘം വേണോ? തിരിച്ചാണിച്ചേ, എങ്ങനെ ചിരിക്കുന്ന മേഘം വേണം? ഓക്കെ പെർഫെക്റ്റ്. അപ്പൊ ഇങ്ങനെ ചിരിക്കണ മേഘം. ഹായ്, എന്ത് രസമല്ലേ ചിരിക്കണ മേഘം കാണാൻ? നിങ്ങൾ ചിരിക്കുമ്പോഴും നല്ല രസമാണ്. എന്നിട്ട് ചിരി വിതറുന്ന മേഘം. നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ബ്ലഷ് ഇവിടൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നത്? ബാർബി ഡോളും നമ്മുടെ ഡോറ ബുജിയിലെ ഡോറയുടെ ഒക്കെ ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ഈ നമ്മുടെ മേഘത്തിന് നല്ല ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മേക്കപ്പിലൊക്കെ കാണുമ്പോ അറിയില്ലേ ബ്ലഷ് ഇടുന്നൊക്കെ, സിനിമാ നടിമാരുടെ ഒക്കെ ഇവിടെ ചുമന്നിരിക്കില്ല, അതുപോലെ നമ്മുടെ മേഘത്തിനും ചുമപ്പിക്കാം. എന്തടേ ബ്ലഷ് ഇട്ട മേഘം. ഹായ്, എന്ത് രസല്ലേ? സുന്ദരി മേഘം അല്ലേ?
ഓക്കെ ഓക്കെ. അപ്പൊ വേണ്ട നമ്മുടെ സമയം തീരാൻ പോവാണ്. ആൻഡ് നമ്മൾ വേണ്ട മേഘം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോ 2-3 മേഘത്തിനെ ആക്കാം കേട്ടോ. എന്നിട്ട് ദേ ഇതിനകത്ത് മേഘത്തിന്റെ ബാക്ക് സൈഡിലാണ്, മേഘത്തിന്റെ മുഖത്തല്ല പശ തേക്കുന്നത്, മേഘത്തിന്റെ ബാക്ക് സൈഡിൽ പശ തേക്കുക. ദെൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. ഈ റെയിൻബോയുടെ താഴെയായിട്ടേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ, നമുക്ക് ഒത്തിരി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ബ്ലഷ് ഈ മേഘം വെക്കാം കേട്ടോ. നല്ല രസമല്ലേ? ഓക്കെ, ഇഷ്ടായോ എല്ലാവർക്കും റെയിൻബോ കാർഡ്? ഇഷ്ടായി. ആ ഗുഡ് ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെയിൻബോ കാർഡ്. കണ്ടോ, എല്ലാ കളേഴ്സും ഉണ്ട്, 7 കളേഴ്സ് ഉണ്ട്. നല്ല സുന്ദരി ഒരു മേഘം ഉണ്ട്. ആൻഡ് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ ആണോ അമ്മയുടെ ആണോ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് നമുക്ക് അവിടെ ഹാപ്പി ബർത്ത്ഡേ അച്ഛ, ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ, പെറ്റിന്റെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ പേരൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം അല്ലേ? ഇവിടെയൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് മേഘംസ് ഇതുപോലെ ഉള്ള കുറെ ക്ലൗഡ്സ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ മേഘം വരയ്ക്കേണ്ട ലെറ്റർ മറന്നു പോകത്തില്ലല്ലോ. ആൽഫബറ്റ് സി ഫോർ ക്ലൗഡ്. ഓക്കെ ഓക്കെ, ക്ലൗഡ് എന്ന് വെച്ചാൽ മേഘം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ നമ്മുടെ റെയിൻബോ പരിപാടി. ഇനി ഞാൻ നിങ്ങൾക്ക് കുപ്പി എടുത്തിട്ട് വരാൻ പറഞ്ഞത് ഇത് കണ്ടോ, ഒരു ക്യൂട്ട് ഗിഫ്റ്റ് കണ്ടോ? കുപ്പിക്കകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടോ? ഒരു പൂവും ഒരു സാധനമൊക്കെ ഇരിക്കുന്ന കണ്ടോ? ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ കുപ്പിക്കകത്ത് ഞാൻ സാന്താക്ലോസിനെ ആക്കി. ക്രിസ്മസ് അപ്പൂപ്പനെ അറിയോ നിങ്ങക്ക്? അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ഇതുപോലെ ഈ ഒരു ബോട്ടിലിനകത്ത് ആക്കിയായിരുന്നു. ഓക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത്. അത് ചെയ്യിപ്പിക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, സമയം ഒരുപാടായി. നമ്മള് റെയിൻബോയുമായിട്ട് അങ്ങ് ഇരുന്നു പോയി. അപ്പൊ എന്താ ചെയ്യണ്ടേ? എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ചേച്ചി അതിന്റെ വീഡിയോ അയച്ചു തന്നാ മതിയോ? നിങ്ങൾ തന്നെ ചെയ്തോളാവോ? മതി 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 മതി. അപ്പൊ അത് മതി. അപ്പൊ നമുക്ക് ഒരു സാധനം വീഡിയോ അയച്ചു തരും കേട്ടോ. യൂട്യൂബിൽ ഇട്ട വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾക്ക് ലിങ്ക് തരും, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, അതുപോലെ ഇല്ലെങ്കിൽ എല്ലാരും ഇരുന്ന് വിശന്ന് കുഴയും. എനിക്ക് ഒന്ന് വിശക്കുവാന്നേ. പവർ വേണ്ടേ, എനർജി വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ എല്ലാരും നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഒക്കെ കൊണ്ട് കാണിക്കണം നമ്മൾ ഉണ്ടാക്കിയ റെയിൻബോ കാർഡ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഒന്ന് ക്ലാപ്പ് ചെയ്ത എല്ലാരും. ലവ് യു. എല്ലാരും ഒരു ഫ്ലൈങ് കിസ് തരൂ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തു. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തു. ഒരുമാതിരിപ്പെട്ട എല്ലാരും കാർഡും ഉണ്ടാക്കി. ഇനി കൊടുക്കാനുള്ള ആളെയും കൂടെ കണ്ടുപിടിച്ചാ മതി അല്ലേ? ഓക്കെ, സോ ഭയങ്കര നല്ല സെഷൻ ആയിരുന്നു അപർണ. അപർണയുടെ ആ ഒരു അപർണ ഉടനെ ഒരു ടീച്ചർ ആകാൻ പോകുന്ന ആളാണ്, ഒരു BEd സ്റ്റുഡന്റ് ആണ്. അതിന്റെ ആ ഒരു കഴിവും കൂടെ അതിൻ്റെ അകത്ത് വന്നു. അപ്പൊ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനും ഇറ്റ് വാസ് വെരി ഓസം. ഓക്കെ, താങ്ക് യു അപർണ. അപ്പൊ നമുക്ക് നിങ്ങൾ ചെയ്ത ബർത്ത്ഡേ കാർഡ്സ് ഒക്കെ ആ ഗ്രൂപ്പിൽ ഇടണം. ഫോട്ടോസ് ഇടാം, വീഡിയോസ് ഇടാം. അതേപോലെ ഇനി അപർണ ചെയ്യാനിരുന്ന അത് ഒരു ചെറിയൊരു ബോട്ടിലിന്റെ അകത്ത് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ, നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ കാർഡിന്റെ ഒപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അതിന്റെ ലിങ്ക് അപർണ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അതും കിട്ടും. അപ്പൊ നിങ്ങൾ അതും ചെയ്ത് അതിന്റെ ഫോട്ടോസ് കൂടെ അയച്ചു തരണം. അത് ഞാൻ അപർണയ്ക്ക് ഫോർവേഡ് ചെയ്തോളാം. നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളുടെ. ഓക്കെ, നമുക്കൊരു ക്വിസ് ഉണ്ട്. നമ്മുടെ ആഷ്ന ഒരു ക്വിസ് ഹോസ്റ്റ് ചെയ്യും.
ക്വിസ് എല്ലാവർക്കും ഒരു ക്വിസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കളിക്കാം. അടുത്തൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഈ ക്വിസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ സെഷന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വിസിൽ. നമ്മുടെ മറ്റേ ചാനലിലും കൂടെ അത് പബ്ലിഷ് ചെയ്യുമായിരുന്നേ നല്ലതായിരുന്നു. അത് കഴിഞ്ഞൊരു ഫീഡ്ബാക്ക് ലിങ്കും കൂടെ നിങ്ങൾക്ക് അയച്ചു തരും. ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ തരണം. സ്മിത, ഓവർ ടു യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ 3 സെഷൻസും വളരെ സക്സസ്ഫുള്ളി, വളരെ നല്ല സെഷൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും അപ്പം ഈ ക്വിസ് കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ക്വിസിൽ നമുക്ക് ഈ പല ആഴ്ചകളിൽ നടത്തുന്ന ക്വിസിൽ ആരൊക്കെയാണോ വിന്നേഴ്സ് ആവുന്നത് അവരിൽ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്ത്, ഫസ്റ്റ് ആവുന്നവരെ സെലക്ട് ചെയ്ത് അവർക്ക് നല്ല എക്സൈറ്റിംഗ് പ്രൈസസും ഉണ്ടാവും അവസാനം. ഓക്കെ, സോ എല്ലാവരും ക്വിസ് അറ്റൻഡ് ചെയ്യുക, ഫീഡ്ബാക്ക് തരിക ആൻഡ് എൻജോയ്. ഓക്കെ, നമുക്കെന്നാ നിർത്താം. താങ്ക് യു ഓൾ. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച നമുക്ക് അടുത്ത സെഷൻസുമായിട്ട് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. ടേക്ക് കെയർ. താങ്ക് യു. Thank you, Robin. Bye. Thank you. പോയ കുശം തോന്നുന്നു. കുറച്ച് 5 മിനിറ്റ് ആകുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. വെയിറ്റ് ചെയ്യാം.